ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അതുപോലെ ഗ്രാവിറ്റേഷൻ, ഈ രണ്ട് ടോപ്പിക്കുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ഉള്ളത്. ഇതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് സാധാരണ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കുകളിൽ നോക്കിയാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്ക് തന്നെയാണ്. നമുക്ക് ആദ്യം അതിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഒന്ന് ചെക്ക് ചെയ്യാം. Okay, so we have the list over here. നമ്മൾ നോക്കിയാൽ 2017 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്? 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതുപോലെ 2018 3 ക്വസ്റ്റ്യൻ, 2019 3, 2020 2, 2021 കഴിഞ്ഞ കൊല്ലം 2 ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വെയിറ്റേജ് അത്യാവശ്യം കൂടുതലാണ് അല്ലേ. ഇപ്പോൾ നോർമലി ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ്, ശരിയല്ലേ? കമ്പയർഡ് ടു അതർ ടോപ്പിക്സ്, ഫസ്റ്റ് ഇയറിലെ ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കിയാൽ ഇറ്റ് ഇസ് ഈവൻ കമ്പയറബിൾ ടു ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ 3 ചാപ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത ഗ്രാവിറ്റേഷനിലേക്ക് പോയാൽ സോ 2021 പുറകിലേക്ക് നമുക്ക് പോകാം. 2021 ഇക്കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2020 1 ക്വസ്റ്റ്യൻ, 2019 2, അതുപോലെ 2018 2017 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫെയർ റെപ്രസെൻറ്റേഷൻ അതെപ്പോഴും അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. എൻ്റെ റെപ്രസെൻറ്റേഷൻ ഒട്ടും പുറകിലല്ല. അപ്പോൾ 2 ടോപ്പിക്കും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയാലും ഗ്രാവിറ്റേഷൻ ആയാലും ഫസ്റ്റ് ഇയറിലെ മെക്കാനിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ, പൊതുവേ എല്ലാവരും പറയാറുള്ള ഗ്രാവിറ്റേഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ റൊട്ടേഷനിലേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, ശരിയാണ്, വലിയ ടോപ്പിക്കാണ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നീറ്റിന്റെ ലെവലിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒത്തിരി സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അധികം സമയം കളയാതെ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ളത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ. ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, ആദ്യം നോക്കിയാൽ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ചെയ്താൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. എല്ലാം ഓൾമോസ്റ്റ് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നീറ്റ് ലെവലിൽ സാധാരണ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒത്തിരി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, a uniform rod of length 200 cm and mass 500 grams is balanced on a wedge placed at 40 cm mark. A mass of 2 kg is suspended from the rod at 20 cm and another unknown mass m is suspended from the rod at 160 cm mark as shown in the figure തന്നിട്ടുണ്ട്. Find the value of m such that the rod is in equilibrium. അപ്പോൾ ഇതെന്ത് കണ്ടീഷനാണ്? This is a question from the concept of rotational equilibrium and mechanical equilibrium. ഈ സിസ്റ്റം ഒരു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ്? ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഷുഡ് ബി 0. അതിനെ നമ്മൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം. അതുപോലെ ദ ടോട്ടൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഷുഡ് ബി 0. നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം about the center of mass 0 ആണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയും. whereas ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ when റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. we can take the torque about any point of our convenience and equate it to 0. so in mechanical equilibrium torque എടുക്കുന്ന പോയിന്റ് it doesn't have to be the center of mass, it can be any point. ഏത് പോയിന്റ് നോക്കിയാലും നമുക്ക് ടോർക്ക് 0 കിട്ടും. ഇവിടെ ഒരു 200 സെന്റിമീറ്റർ നീളമുള്ള ഒരു റോഡാണ് പറയുന്നത്. യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ സ്കെയിൽ ഓർ സംതിങ്. 200 സെന്റിമീറ്റർ. ഓക്കെ,
എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് വെച്ചത്? ഒരു 2 കിലോഗ്രാം മാസ് എവിടെ മാർക്ക് ചെയ്യുന്നു? 20 സെന്റിമീറ്ററിൽ ഒരു 2 കിലോഗ്രാം മാസ് നമ്മൾ തൂക്കിയിടുന്നു. സോ ഇവിടെ ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ്. 20 ന്യൂട്ടൺ ഫോഴ്സ് എത്ര സെന്റിമീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്? യെസ്, ഒരു എൻഡിൽ നിന്ന് 20 സെന്റിമീറ്റർ ദൂരെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഹിഞ്ച്ഡ് അറ്റ് 40 സെന്റിമീറ്റർ മാർക്ക്. ഹിഞ്ച് ചെയ്തിരിക്കുന്നത് 40 സെന്റിമീറ്റർ മാർക്കിലാണ്. അപ്പോൾ ഹിഞ്ചിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം ഇറ്റ് ഇസ് 20 സെന്റിമീറ്റർ. ഓക്കെ, ഹിഞ്ചിൽ നിന്നുള്ള ദൂരം 20 സെന്റിമീറ്റർ. അതുപോലെ നമ്മുടെ സ്കെയിലിനൊരു മാസ് ഉണ്ടാകും. അതിന്റെ മാസ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? 500 ഗ്രാം ആണ് അല്ലെ, 0.5 കിലോഗ്രാം അല്ലെ. അപ്പൊ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? 0.5 കിലോഗ്രാം ഇൻറ്റു 10 ന്യൂട്ടൺ അല്ലെ. അപ്പൊ എത്രയാണ്? 5 ന്യൂട്ടൺ. അതെവിടെയായിരിക്കും ആക്ട് ചെയ്യുക? ഇറ്റ് വിൽ ബി ആക്ടിങ് എക്സാക്ട്ലി അറ്റ് ദ മിഡ് പോയിന്റ്. 200 സെന്റിമീറ്റർ ആണ് ആകെ നീളം. അപ്പോൾ അതിന്റെ കൃത്യം മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇവിടെ നിന്ന് 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ദിസ് ഇസ് 40 സെന്റിമീറ്റർ, ഇത്രയും 40 സെന്റിമീറ്റർ ആണ്. ദിസ് ഇസ് 100. അപ്പോൾ ഇത് എത്രയായിരിക്കും? ദിസ് ഇസ് ഗോയിങ് ടു ബി 60 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ റോഡിന്റെ സെന്റർ ഓഫ് മാസ്. റോഡിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ ഒരാൾ കൂടെ ഉണ്ട് അല്ലെ, ഒരു മാസം കൂടെ തൂക്കിയിട്ടു. എവിടെയാണ് തൂക്കിയിട്ടത്? അറ്റ് ദി പൊസിഷൻ 160 സെന്റിമീറ്റർ. 160 സെന്റിമീറ്റർ ഇത് ഇവിടെയാണെന്ന് എടുക്കുക. അപ്പൊ ഇവിടെ ഞാനൊരു mg തൂക്കിയിട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഡിസ്റ്റൻസസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 160 സെന്റിമീറ്റർ മാർക്ക്, 40 സെന്റിമീറ്ററിലാണ് ഹിഞ്ച് ഉള്ളത്. 40 160 എത്രയാണ്? ദിസ് ഇസ് 120 സെന്റിമീറ്റർ. കൺഫ്യൂസ് ആകരുത്. നമ്മൾ ഈ 160 20 സെന്റിമീറ്റർ എന്നൊക്കെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഒരു എൻഡ് എന്നുള്ളതാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഹിഞ്ച് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഹിഞ്ച് 40 സെന്റിമീറ്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ മാസ് 20 സെന്റിമീറ്ററിൽ, ഹിഞ്ച് 40 സെന്റിമീറ്ററിൽ. അപ്പൊ ഹിഞ്ചും ഈ ഫോഴ്സും തമ്മിലുള്ള ദൂരം എത്രയാണ്? 20 സെന്റിമീറ്റർ. ഓക്കെ, അതുപോലെ ശ്രദ്ധിക്കാം, നമ്മുടെ റോഡിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാകും. ഓക്കെ, റോഡിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാകും. ആ സെന്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിലാണ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പോൾ ഹിഞ്ച് ഇരിക്കുന്നത് 40 സെന്റിമീറ്റർ, മിഡ് പോയിന്റ് 100 സെന്റിമീറ്റർ. അപ്പോൾ ഹിഞ്ചും മിഡ് പോയിന്റും തമ്മിലുള്ള ദൂരം 60 സെന്റിമീറ്റർ. നമ്മുടെ മാസ് തൂക്കിയിട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 160 സെന്റിമീറ്റർ. ഹിഞ്ച് 40യിൽ, ഈ മാസ് 160യിൽ. സോ വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്? 120. ഓക്കെ, ഇത്തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം എടുക്കാൻ സാധ്യത ചിലപ്പോൾ ഈ ക്വസ്റ്റൻ ചെയ്യാനായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ആദ്യത്തെ ക്വസ്റ്റൻ ആണ്. നമ്മളൊന്ന് ഹീറ്റപ്പ് ആവണം അല്ലെ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതൊരു ക്വസ്റ്റൻ എക്സാമിന് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ആദ്യത്തെ ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. ആസ് വി പിക്കപ്പ് ദ സ്പീഡ്, ക്വസ്റ്റൻസിന്റെ സമയം ചെയ്യാനുള്ള സമയം നമ്മൾ കുറഞ്ഞു വരും. എനിവേ, ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? നമുക്ക് ഈ പോയിന്റ് റെഫറൻസ് ആയിട്ട് എടുക്കാം. ലെറ്റ്സ് കോൾ ദിസ് പോയിന്റ് ആസ് ദി ഹിഞ്ച്. ലെറ്റ്സ് കോൾ ഇറ്റ് A. So with respect to A, the total torque acting on the system should be 0. Total torque acting on the system with respect to A should be 0. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയുക, ഇവിടെ ആരൊക്കെയാണ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ 20 ന്യൂട്ടൺ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, 5 ന്യൂട്ടൺ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, mg ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? പക്ഷേ ഈ 20 ന്യൂട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ടോർക്കും, ഇവർ രണ്ടുപേരും ഒരു ക്ലോക്ക് വൈസ് ടോർക്കും ആയിരിക്കും ക്രിയേറ്റ് ചെയ്യും അല്ലെ. അതായത് 20 ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങും. 5 ന്യൂട്ടണും mg മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു കറങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോർക്കിന്റെ കണ്ടീഷൻ എഴുതാം. 20 ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന ടോർക്ക് എത്രയാണ്? 20 × 20. ഓക്കെ, 20 × 20 is equal to ഈ 5 ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന ടോർക്ക് എത്രയാണ്? ഇറ്റ് ഇസ് 5 ന്യൂട്ടൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 60 പ്ലസ് ഇവിടെ mg, m ഇൻറ്റു g നമുക്ക് 10 എന്ന് എടുക്കാം, ഇൻറ്റു 120 സെന്റിമീറ്റർ. ഇതെല്ലാം സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കേ വേണ്ട. അപ്പൊ എല്ലാത്തിലും ഒരു 10 ഒരു കോമൺ ആയിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു 10 കോമൺ ആയിട്ടുണ്ട്. എല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എല്ലാം ഈ 10 എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ ഒരു 10 നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. ബാക്കി ഇവിടെയും 120യുടെ 10 നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ ദിസ് ഇസ് 40 is equal to 30 plus 120 m. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു 10 കൂടെ ക്യാൻസൽ ചെയ്യാം. വേണമെങ്കിൽ നേരത്തെ ക്യാൻസൽ ചെയ്യാമായിരുന്നു. Anyway, 4 minus 3 is 1. 1 is equal to 12 m or m is equal to 1/12 kilogram. എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, we should be able to mark the
ടോർക്ക് ഓർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്, ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്ന ടോർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം, അത് എത്ര ഡിസ്റ്റൻസിലാണെന്ന് മനസ്സിലാക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ 1/12 കിലോഗ്രാം, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇനിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മളിപ്പോൾ നോക്കി, ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ? യെസ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. 3 identical spheres, each of mass m, are placed at the corners of a right angle triangle with the mutually perpendicular sides equal to 2 meters. Taking the point of intersection of the two mutually perpendicular sides as the origin. Diagram കൃത്യമായിട്ട് പറയുന്നുണ്ട്. Find the position vector of the center of mass. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഇനി നമുക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം 2 വസ്തുക്കളുണ്ട്. ആദ്യത്തെ ബോഡിയുടെ പൊസിഷൻ വെക്ടർ എന്താണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ എഴുതാം. വാട്ട് ഈസ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ദി സെന്റർ ഓഫ് മാസ്? ഇറ്റ് ഈസ് m1r1 + m2r2 ഡിവൈഡഡ് ബൈ m1 + m2. പക്ഷേ ശ്രദ്ധിക്കണം, രണ്ടും ഒരേ മാസാണ്, m അല്ലെ പറയുന്നുണ്ട്, രണ്ടും ഒരേ മാസ് അല്ലേ? അപ്പൊ m1r1 + m2r2 ബൈ m1 + m2 എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വി ക്യാൻ സേ ഇറ്റ് സിംപ്ലി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മ്യൂച്വലി പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് 2 മീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യം വിട്ടുപോയി, 2 മാസമല്ല 3 മാസത്തിന്റെ കാര്യമുണ്ട്. അപ്പൊ എനിവേ ഓരോ മാസാണ്, ഓരോ അല്ലെങ്കിൽ ഈക്വൽ മാസാണ്. ഈക്വൽ മാസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് m1r1 + m2r2 + m3r3 ഡിവൈഡഡ് ബൈ m1 + m2 + m3 എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? വി ക്യാൻ സിംപ്ലി സേ ഇറ്റ് ഇസ് വെക്ടർ r1 + വെക്ടർ r2 + വെക്ടർ r3 ഡിവൈഡഡ് ബൈ 3. ഞാൻ നേരത്തെ 2 എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയി. ഇറ്റ് ഇസ് ആക്ച്വലി 3 അല്ലെ? 2 എണ്ണം ഉണ്ടെങ്കിൽ r1 + r2 ബൈ 3. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയാം. വാട്ട് ഈസ് r1? r1 നമുക്ക് ഈ മാസം എടുക്കാം. ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? 2i ക്യാപ് പ്ലസ് r2 ഈ മാസം എടുക്കാം. അതിന്റെ പൊസിഷൻ വെക്ടർ എത്രയാണ്? 2j ക്യാപ്, y ആക്സിസിലാണ്. പ്ലസ് മൂന്നാമത്തെ മാസം ഒറിജിനൽ തന്നെ ഇരിക്കുന്നു. ഒറിജിനൽ തന്നെ ഇരുന്നാൽ അതിന്റെ പൊസിഷൻ വെക്ടർ ഇട്ട് 0 ഡിവൈഡഡ് ബൈ 3. 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. then we'll get 2 into i ക്യാപ് പ്ലസ് j ക്യാപ് ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ 3 അല്ലെ? സെന്റർ ഓഫ് മാസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി വെക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഡയറക്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കാം, ചിലപ്പോൾ അല്ല എക്സാക്റ്റ് ആയിട്ട് പൊസിഷൻ കണ്ടുപിടിക്കാനായിരിക്കില്ല, ഏത് റേഞ്ചിലാണെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതൊക്കെ നമുക്ക് ഈ ഒരു ബേസിക് ഇക്വേഷൻ തന്നെയാണ് അതെല്ലാം ഗവേൺ ചെയ്യുന്നത്. ഇതിലേക്ക് വരാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ഇത് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. ഫൈൻഡ് ദി ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ when a force of 3j cap Newton acts on a particle whose position vector is 2k cap അല്ലേ? അപ്പോൾ ഒന്ന് പറയാ, ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കാം. ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ പോയിന്റിൽ ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ കേസ് അല്ല, ഞാൻ ജനറൽ കേസ് ആണ് പറയുന്നത്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആൻഡ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ് ഇസ് വെക്ടർ ആർ. പൊസിഷൻ വെക്ടർ എന്താണ്? ഇറ്റ് ഇസ് വെക്ടർ ആർ. അപ്പൊ എന്താണ് ടോർക്കിന്റെ എക്സ്പ്രഷൻ? എങ്ങനെയാണ്? വെക്ടർ ഫോമിലാണ് തരുന്നതെങ്കിൽ ടോർക്കിന്റെ വെക്ടർ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ്. ക്രോസ് പ്രോഡക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ആർ എത്രയാണ്? നമ്മുടെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 2k ക്യാപ് എന്ന് പറയുന്നുണ്ട്. കിലോമീറ്റർ അല്ല, 2k ക്യാപ് മീറ്റർ. k ക്യാപ് ഉണ്ട് കേട്ടോ. അപ്പോ വി ക്യാൻ സേ ഈ കേസിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു, ജനറൽ ആയിട്ട് പറഞ്ഞാണ്, അല്ലാതെ ഇവിടെ കെ ക്യാപ് ഇങ്ങനെയും ജെ ക്യാപ് ഇങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ടോർക്ക് എങ്ങനെയാണ് വരിക? ഇറ്റ് ഈസ് ആർ ക്രോസ്. ആർ എന്താണ്? ഇറ്റ് ഈസ് 2k ക്യാപ് ക്രോസ് എഫ് എങ്ങനെയാണ്? എഫ് ഇസ് 3j ക്യാപ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയുക അവിടെ റിസൾട്ടന്റ് ടോർക്ക് എത്രയാണ്? റിസൾട്ടന്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു 6k ക്രോസ് j. എന്താണ്? k ക്രോസ് j ഇസ് -i ക്യാപ്. ശരിയല്ലേ? അതായത് ഇതാണ് എക്സ് ഡയറക്ഷൻ, ദിസ് ഇസ് വൈ ഡയറക്ഷൻ, ദിസ് ഇസ് z ഡയറക്ഷൻ. k ക്രോസ് j എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് y, ദിസ് ഇസ് x. നമ്മൾ k ക്രോസ് j എടുത്താൽ z ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. സോ k ക്രോസ് j എടുക്കുമ്പോൾ എങ്ങോട്ടാണ് കാണുന്നത്? ദി തമ്പ് ഇസ് പോയിന്റിംഗ് ഇൻ ദി നെഗറ്റീവ്
എക്സ് ഡയറക്ഷൻ മൈനസ് ഐ ക്യാപ്പ്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ അറിയാന്നുള്ളതാണ് അല്ലേ. സോ 6 into മൈനസ് ഐ ക്യാപ്പ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 3. Okay, let's move on to the next question. Fourth one. Two particles of mass 5 kg and 10 kg respectively are attached to the two ends of a rigid rod of length 1 meter with negligible mass. Center of mass of the system from the 5 kg particle is nearly at a distance of. Okay. ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പെയർ ഓഫ് മാസസ് ഉണ്ട്, M1 M2. സെന്റർ ഓഫ് മാസിലെ പെർഹാപ്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് എവിടെയാണ് സെന്റർ ഓഫ് മാസ്, ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കാം. നമുക്ക് ഒന്നുകൂടെ ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. ഇവരുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ D എന്നെടുത്താൽ എനിക്ക് 5 കിലോഗ്രാം മാസ്, ഇത് 5 കിലോഗ്രാം 10 കിലോഗ്രാം, 5ൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ സെന്റർ ഓഫ് മാസ് എക്സ്, ഈ M1ൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണെന്ന് നമുക്കൊന്ന് എക്സ് കോർഡിനേറ്റ് മാത്രം എടുത്താൽ മതി. M1ന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? M1 നമുക്ക് ഒറിജിൻ ആയിട്ട് എടുത്താലോ? നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുത്തൂടെ? അപ്പൊ M1 ഒറിജിൻ ആയിട്ട് എടുക്കാം. അപ്പൊ M2ന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? M2ന്റെ എക്സ് കോർഡിനേറ്റ് D ആണ്. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ ഫോർ സെന്റർ ഓഫ് മാസ് ലൊക്കേഷൻ വി ക്യാൻ സേ x is equal to M1 x1. x1 0 ആയി പോയില്ലേ, നമ്മളത് 0 ആയിട്ട് എടുത്തു. കാരണം ഇതാണ് M1 എന്നുള്ള ദൂരം അല്ലേ വേണ്ടത്. അപ്പൊ M1 നമുക്ക് ഒറിജിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ M1 x1 0 ആയി പോയി, പ്ലസ് M2 x2, x2ന്റെ വാല്യൂ D ആണ്, ബൈ M1 പ്ലസ് M2. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, M1ൽ നിന്നുള്ള ദൂരം കണ്ടുപിടിക്കാൻ, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ M1ൽ നിന്നുള്ള ദൂരം കണ്ടുപിടിക്കാൻ M2 into D by M1 plus M2 ഉപയോഗിക്കാം അല്ലേ. സോ M2, what is M2? 10 കിലോഗ്രാം ഇൻറ്റു D. D എത്രയാണ്? ഇവിടെ ആ റോഡിന്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ദാറ്റ് ഇസ് 100 സെന്റിമീറ്റർ. നമുക്ക് ആൻസർ വേണ്ടത് 100 സെന്റിമീറ്ററിലാണ്. ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2, 10 പ്ലസ് 5 15. ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 2/3. 2/3 ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 200/3, ദാറ്റ് ഇസ് 66.67 സെന്റിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 67 സെന്റിമീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലോജിക്കലി നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ മാസിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ 2:1 ആയിരിക്കും. അപ്പോൾ 1 മീറ്ററിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 67 സെന്റിമീറ്റർ, ഇവിടെ 33 സെന്റിമീറ്റർ. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്പീഡിൽ ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സമയം എടുക്കുന്നതിന്റെ പകുതിയാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, സോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, so that is question number 4. അടുത്തയിലേക്ക് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The moment of force 4i cap plus 5j cap minus 6k cap at 2 0 minus 3 about the point 2 minus 2 minus 2. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 0 minus 3, ഇവിടെ 2 minus 2 minus 2. അതായത് ഇതാണ് നമ്മുടെ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഈ പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ വെക്ടർ R എന്ന് നമ്മൾ പറയാം. ശരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആദ്യം R നമ്മൾ എഴുതണം. R എങ്ങനെയാണ് എഴുതുക? ഈ വെക്ടറിന് ഈ വെക്ടർ സബ്ട്രാക്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, മാത്തമാറ്റിക്കൽ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമുക്കത് നോക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. 2 minus 2 0 i cap ഇല്ല. അടുത്തത് 0 minus minus 2, so 2j cap. അടുത്തത് -3 minus minus 2, -1k cap. ഇതാണ് R. Fന്റെ വാല്യൂ ഓൾറെഡി അറിയാം. ഇറ്റ് ഇസ് 4i cap plus 5j cap minus 6k cap. അപ്പൊ നമുക്ക് ടോർക്ക് എടുക്കാൻ എന്ത് ചെയ്യാം? R cross F എടുക്കാം. ഇങ്ങനെ ijk ഫോമിൽ തന്നാൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരൊറ്റ വഴിയല്ല, നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള വഴി ഇതാണ്. ഏതാണ്? ഡിറ്റർമിനന്റ് ഓഫ് ijk 0 2 minus 1 R cross F അല്ലേ. അപ്പൊ ആദ്യത്തെ റോയിൽ ijk, രണ്ടാമത്തെ റോയിൽ 0 2 minus 1, മൂന്നാമത്തെ റോയിൽ ഇറ്റ് ഈസ് 4 5 and -6. ഓക്കെ, എന്നിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അല്ലേ. സിംപ്ലിഫൈ ചെയ്താൽ
അങ്ങോട്ട് പോട്ടെ. ഈ ഡിറ്റർമിനന്റ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആദ്യം ഐ ക്യാപ് ഇൻറ്റു എങ്ങനെയാണ്, ഏതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ എടുക്കുക? 2 into -6 ശരിയല്ലേ, -5 into -1 ശരിയാണോ? സോ നമുക്ക് 2 into -6 എന്ന് പറയുമ്പോൾ -12 minus of -5 that is +5 മൈനസ് ഇവിടെ j cap into 0 into -6 0 minus of 4 into -1 that is +4 ശരിയല്ലേ. അതിനുശേഷം പ്ലസ് കെ ക്യാപ് ഇൻറ്റു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. കെ ക്യാപ് ഇൻറ്റു വീണ്ടും 0 into 5 0 -4 into 2 -8. ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എക്സാമിന് ചെയ്യുമ്പോൾ. ബാക്കി നിങ്ങൾ വെറുതെ അതിന്റെ ഫൈനൽ ആൻസർ എഴുതിക്കൊണ്ട് നിൽക്കരുത്. -12 + 5 -7 -7 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 4. അടുത്തത് -4 -4 വരുന്നത്. -4 വരുന്ന ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. ബാക്കി അവസാനം എഴുതിക്കൊണ്ടിരുന്ന അടിയിൽ മറ്റേ വരയൊക്കെ ഇടാനായിട്ട് നിൽക്കരുത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആൻസർ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചെയ്തു വന്ന പണ്ട് മുതലുള്ള ശീലം എന്ന് പറയുന്നത്, സ്കൂളിൽ പഠിച്ചു വരുമ്പോഴത്തേക്കുള്ള ഓബ്വിയസ് ആയിട്ടുള്ള നമ്മുടെ ശീലം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉത്തരമൊക്കെ എഴുതി ഏറ്റവും അവസാനം ഉത്തരം എഴുതി യൂണിറ്റും എഴുതി അടിയിൽ 2 വരയും ഇട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലായി. അതിന്റെ ആവശ്യമില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ശീലമാണ്, അങ്ങനെ ബോധപൂർവമായിട്ട് മാറ്റാൻ ശ്രമിക്കണം എന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞു. അടുത്ത 6ലേക്ക് വരാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. A rod of weight W is supported by 2 parallel knife edges. A and B are in equilibrium in horizontal position. The knives are at a distance of D from each other. The center of mass of the rod is at a distance X from A. The normal reaction on A. ശ്രദ്ധിക്കണം, ഒരു റോഡ് നമ്മൾ എടുത്തു. ആ റോഡ് നമ്മൾ 2 നൈഫ് എഡ്ജിൽ ബാലൻസ് ചെയ്യണം. ഓക്കെ, 2 നൈഫ് എഡ്ജിൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു നോർമൽ ഫോഴ്സ് കൊടുത്തു, എയിൽ ഒരു നോർമൽ ഫോഴ്സ് കൊടുത്തു, ദാറ്റ് ഇസ് NA. ഇവിടെ എവിടെയോ ഒരു നോർമൽ ഫോഴ്സ് കൂടെ കൊടുത്തു, ബിയിൽ ഒരു നോർമൽ ഫോഴ്സ് കൊടുത്തു, NB. ഓക്കെ, ഇതുപോലെ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ആദ്യം ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഈ റോഡിന് സ്വന്തമായിട്ടൊരു മാസ് ഉണ്ട്. അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കാം, സെന്റർ ഓഫ് മാസ് ഓഫ് ദ റോഡ്. അപ്പോൾ ആ റോഡിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും. ആ വെയിറ്റ് അവിടെ W എന്ന് തന്നിട്ടുണ്ട് അല്ലെ, W എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദി നോർമൽ റിയാക്ഷൻ അറ്റ് A. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ബോഡി അനങ്ങാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? വി ക്യാൻ അപ്ലൈ the conditions of mechanical equilibrium. അതായത് ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും, ടോട്ടൽ ടോർക്ക് 0 ആയിരിക്കും about any point in the body. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പോയിന്റിനെ അപേക്ഷിച്ച് ടോർക്ക് എടുത്താലും നമുക്ക് 0 കിട്ടണം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ AB. ഇവിടെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം ഇതാണ്, NA + NB = W. മുകളിലേക്കുള്ള 2 ഫോഴ്സ് ഉണ്ട്, 2 നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഈ 2 നോർമൽ റിയാക്ഷനും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതുകൊണ്ട് നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടില്ല. അപ്പോ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വിളിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. X എന്താണ്? X is the distance between center of mass of the rod and the normal reaction. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ X എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ടോർക്ക് ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും 0 വരണമല്ലോ. ഞാൻ എടുക്കുകയാണ് നെറ്റ് ടോർക്ക് അബൌട്ട് B 0 ആണെന്ന് പറയാണ്. നെറ്റ് ടോർക്ക് അബൌട്ട് B ഞാൻ 0 ആണ് എന്ന് പറയാം. എന്തിനാ ഞാൻ B എടുത്തത് നോക്കാം. നെറ്റ് ടോർക്ക് അബൌട്ട് B. അപ്പൊ B നോക്കിയാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ബിയിൽ ഇത് ഹിഞ്ച് ചെയ്ത് വെക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ NA കാരണം കിട്ടുന്ന ടോർക്ക് എത്രയാണ്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നൈഫ് എഡ്ജ് തമ്മിലുള്ള ദൂരം എത്രയാണ്? നൈഫ് എഡ്ജസ് തമ്മിലുള്ള ദൂരം D ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് D ആണ്. അപ്പൊ B എന്ന് നോക്കുമ്പോൾ NA കാരണമുള്ള ടോർക്ക് എത്രയാണ്? NA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D. B എന്നാണ് നോക്കേണ്ടത്. B ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഏത് പോയിന്റ് വേണം റെഫറൻസ് ആയിട്ട് എടുക്കാം, കുഴപ്പമില്ലല്ലോ. ഇനി അതുപോലെ സോ NA ഇൻറ്റു D ഇസ് ഈക്വൽ ടു
ഈ വെയിറ്റ് കാരണമുള്ള ടോർക്ക് എത്രയാണ്? വെയിറ്റ്, ഈ ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് d മൈനസ് എക്സ്. വെയിറ്റ് കാരണമുള്ള ടോർക്ക് എത്രയാണ്? ഇറ്റ് ഇസ് വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d മൈനസ് എക്സ്. അപ്പൊ NA കാരണമുള്ള ടോർക്ക് NA ഇൻറ്റു d, വെയിറ്റ് കാരണമുള്ള ടോർക്ക് W ഇൻറ്റു d മൈനസ് എക്സ്. NA കാരണം ഒരു എങ്ങനെയുള്ള ടോർക്കാണ്, എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്? അതിനെ ക്ലോക്ക് വൈസ് ആയിട്ടും വെയിറ്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്ങനെ അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കുക. ബിയിൽ ഹിഞ്ച് ചെയ്തു, ഞാൻ എയിൽ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, പക്ഷെ അതിന്റെ വെയിറ്റ് കാരണം അത് താഴോട്ടാണ് പോവുക. രണ്ട് ടോർക്കും ബാലൻസ് ആയി നിൽക്കുന്നു. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? NA is equal to W ഇൻറ്റു d മൈനസ് എക്സ് ബൈ d. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ശ്രദ്ധിക്കണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്രയും സമയം എടുത്തത്. സ്റ്റെപ്സ് നോക്കുക, സ്റ്റെപ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്തിനാണ് ഞാൻ NB എടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. കാരണം NB അപേക്ഷിച്ചാണ് ഞാൻ B അപേക്ഷിച്ചാണ് ടോർക്ക് എടുക്കുന്നതെങ്കിൽ, B ആണ് ഞാൻ റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ, Bയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അവിടെ ഇക്വേഷനിൽ വരില്ല. നമുക്കറിയാം, നമുക്ക് വേണ്ടത് NB അല്ല, നമുക്ക് വേണ്ടത് NA ആണ്. NB നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ്, ഒരു അധികപ്പറ്റാണ്. അപ്പൊ NB നമുക്ക് നൈസായിട്ട് ആ ഇക്വേഷൻ അങ്ങനെ ഒഴിവാക്കാം. എങ്ങനെയെങ്കിലും NB അവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കണം. അത് ഇക്വേഷനിൽ വരാൻ പാടില്ല. അതുകൊണ്ടുള്ള അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം വേറൊന്നുമല്ല, B അപേക്ഷിച്ച് ടോർക്ക് എടുക്കുക. B റെഫറൻസ് ആക്കി എടുത്തിട്ട് ടോർക്ക് എടുക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. സോ ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി W ഇൻറ്റു d മൈനസ് എക്സ് ബൈ d. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 അല്ലെ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A rope is wound. കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് വലുതാക്കാം. A rope is wound round a hollow cylinder of mass 3 kg and radius 40 cm. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? Simple ആണ്. ഒരു സിലിണ്ടർ, അതിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അവിടെ ഒരു റോപ്പ്, ഒരു സിലിണ്ടറിന് ചുറ്റും റോപ്പ് ചുറ്റിയിട്ട് അവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഹോളോ സിലിണ്ടർ ആണ്, ശരിയല്ലേ? റേഡിയസ് r. അപ്പൊ നമുക്ക് പറയാം ഏത് ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക? ഒരു hollow cylinder of mass 3 kg. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? tau is equal to I alpha. F is equal to ma ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ഇക്വേഷൻ tau is equal to I alpha. tau എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. F into R, ഫോഴ്സ് into perpendicular distance from the center. അപ്പോൾ ഇതിന്റെ സെന്ററിനെ അപേക്ഷിച്ചിട്ടുള്ള ടോർക്ക് എത്രയാണ്? It is F into R. That is equal to I into alpha. ഒരു ഹോളോ സിലിണ്ടർ അല്ലേ? ഹോളോ സിലിണ്ടറിനും റിങ്ങിനും ഒക്കെ ഒരേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. എത്രയാണ്? mr² into alpha. അല്ലേ? R ക്യാൻസൽ ചെയ്യുക. ആൽഫ ഇസ് ഈക്വൽ ടു F ബൈ mr. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ആൽഫ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണും. അപ്പൊ നിങ്ങളത് ചെയ്യണം. സോ F എത്രയാണ്? നമുക്ക് 30 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. മാസ് എത്രയാണ്? 3 kg. R എത്രയാണ്? 40 സെന്റിമീറ്റർ, 0.4 മീറ്റർ. ശരിയല്ലേ? അപ്പൊ 30 by 3 10 ആണ്. 10 by 0.4 ഇറ്റ് ഇസ് 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലർ ആക്സിലറേഷൻ ആണ്. യൂണിറ്റ് ഇസ് 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 7. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്ത ഗ്രാവിറ്റേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷന്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇതെപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇത് എപ്പോഴും കാണാറുള്ള എന്തുകൊണ്ടാണ്? എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതുകൊണ്ടാണ്. The time period of a geostationary satellite is 24 hours. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. At a height of 6 times RE, RE is the radius of Earth from the surface of Earth. Time period of another satellite whose height is 2.5. Height എന്നാണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. റേഡിയസ് അല്ല, ഹൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. Then its time period will be. അപ്പോൾ this is the Earth. This is the Earth. അതിന്റെ റേഡിയസ് R ആണ്. ഓക്കെ, അപ്പോൾ ഒരു സാറ്റലൈറ്റ്, ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്, അത് എത്ര ഹൈറ്റിലാന്നാ പറയുന്നത്? 6R എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ എർത്ത് ഈ ഹൈറ്റ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ഹൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതിന്റെ കൂടെ ഒരു ആറും കൂടെ ചേരുമ്പോഴത്തേക്ക് എത്രയാകും? അപ്പോൾ റേഡിയസ് കിട്ടണമെങ്കിൽ ആ ഹൈറ്റിന്റെ കൂടെ റേഡിയസ് കൂടെ ചേർക്കണം. അപ്പോൾ 6R കൂടെ ഒരു R കൂടെ ചേർത്താൽ ഇട്ട് 7R. ഇതാണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. അപ്പൊ രണ്ടാമത്തെ സാറ്റലൈറ്റ് ഇവിടെയാണ്. അത് എത്ര ഹൈറ്റിലാണ്? 2.5R ഹൈറ്റിലാന്ന് പറയുന്നുണ്ട്. ഹൈറ്റ് 2.5R ആണെങ്കിൽ റേഡിയസ്, ഓർബിറ്റിന്റെ റേഡിയസ് എത്രയായിരിക്കും? അതിന്റെ കൂടെ ആറും കൂടെ ചേർക്കണം. ഇത് 2.5R, ഇത് R, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? അതിന്റെ റേഡിയസ് എത്രയാണ്? 3.5R. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സാറ്റലൈറ്റിന്റെ കേസിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദ ടൈം പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു T is proportional to R raised to 3/2 അല്ലെങ്കിൽ T² is proportional to R cube. എങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം.
അത് സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിന് മാത്രമല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്സിനും അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിനും ഇത് വാലിഡ് ആണ്. എലിപ്സിന്റെ കേസിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് ആറിന് പകരം സെമി മേജർ ആക്സിസ് ആണ്. ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയും. ദി സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഓഫ് the planet around the sun or the satellite around the planet, it is proportional to the cube of semi major axis of the planet of the elliptical orbit or the satellite. അപ്പോൾ നമുക്ക് പറയാം T2 by T1 the whole square is equal to R2 by R1 the whole square, sorry whole cube. T2 എത്രയാണ് നമുക്കറിയില്ല, that is what we have to find. T1 എത്രയാണ്? T1 is 24 hours. Okay, is equal to R2. ചെറിയ സാറ്റലൈറ്റിന്റെ ചെറിയ റേഡിയസിന്റെ റേഡിയസ് 3.5 R ആണ്. ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റിന്റെ 7 R, the whole cube. So ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. So T2 by 24 the whole square is equal to 3.5 R by 7 R എത്രയാണ്? 1/2. 1/2 the whole cube 1/8. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ T2 by 24 കിട്ടാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ? 1/8ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2√2. 2 ഉം 24ഉം ക്യാൻസൽ ആയി 12. സോ T2 is equal to 12 by √2. 12നെ നമുക്ക് 6 into 2 എന്ന് എടുക്കാം. 6 into 2 by √2 is 6 into √2. 6 into √2 ആസ് ഏതാണ്? ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. ഇത് എപ്പോഴും കാണാറുള്ളതാണ്. നമുക്ക് ചെയ്ത് ശീലമായ സാധനമാണ്. ശീലമായിട്ടില്ലെങ്കിൽ ശീലമാക്കണം. ഇത് ബേസ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തതും സെയിം കോൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് അതേ കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എ പ്ലാനറ്റ് മൂവിംഗ് അലോങ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദി സൺ at a distance r1 and farthest away at a distance r2 if v1 and v2 are the linear velocities at these points, then v1 by v2. ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഗ്രാവിറ്റേഷനിലെ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത സർക്കുലർ ഓർബിറ്റ്, ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അവിടെ ലോ ഓഫ് പീരിയഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുക? സപ്പോസ് ദിസ് ഇസ് ദി സൺ ആൻഡ് ദിസ് ഇസ് ദി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇതില് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റ് ഇതാണെന്ന് എടുക്കാം, ഏറ്റവും അകലെ പോകുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അറ്റ് ഡിസ്റ്റൻസ് r1 and അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, ദി പ്ലാനറ്റ് ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദി സൺ അറ്റ് ഡിസ്റ്റൻസ് r1 ആൻഡ് ഫാർദസ്റ്റ് അറ്റ് ഡിസ്റ്റൻസ് r2. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഏതാണ് r1? ഇതാണ് r1, ഇതാണ് r2. r1 r2. ഇവിടുത്തെ സ്പീഡ് v1, ഇവിടുത്തെ സ്പീഡ് v2. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ പ്ലാനറ്റ് ആ എലിപ്സിന്റെ ഫോക്കസിലും നമ്മുടെ സൺ ആ എലിപ്സിന്റെ ഫോക്കസിലും ഈ രണ്ട് പൊസിഷനിലും ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിന്റെ മേജർ ആക്സിസിന്റെ രണ്ട് എൻഡിലുമാണ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഇവിടെ ഏത് കോൺസെപ്റ്റ് ആണ് v1ഉം v2ഉം r1ഉം r2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ശ്രദ്ധിക്കുക, നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ പ്ലാനറ്റിന്റെ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്, ശരിയാണ്. പൊട്ടൻഷ്യൽ എനർജി കൺസർവ്ഡ് ആണോ? അല്ല. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണോ? അല്ല. പക്ഷെ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആണ്. ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ നമ്മുടെ പ്ലാനറ്റിന് ടോർക്ക് ഒന്നും കൊടുക്കില്ല. കാരണം ഏത് പോയിന്റിൽ നിന്നാലും, ഇവിടെ നിന്നാൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്നാൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്നാൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഒരിക്കലും അവിടെ ഒരു ടോർക്ക് കൊടുക്കുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ടോർക്ക് കൊടുക്കുന്നില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ഇവിടുത്തെ ആംഗുലർ മൊമെന്റം എന്താണ്? m1 v1 r1. ഇവിടുത്തെ ആംഗുലർ മൊമെന്റം എന്താണ്? m1 എന്ന് എടുക്കേണ്ട കാര്യമില്ല, ഒരേ പ്ലാനറ്റ് തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ m v2 r2. ശ്രദ്ധിക്കണം, വേറെ ഏത് പോയിന്റ് ആണെങ്കിലും നമ്മൾ തീറ്റ എടുക്കേണ്ടി വരും. ഇവിടെ തീറ്റ എടുക്കണ്ട, ബിക്കോസ് പെർപെൻഡിക്കുലർ ആണ്. വിയും ആറും പെർപെൻഡിക്കുലർ ആണ്. സോ v1 r1 is equal to v2 r2. അങ്ങനെയാണെങ്കിൽ നമുക്ക് v1 by v2 കിട്ടി. v1 by v2 എന്താണ്? ഇറ്റ് ഇസ് r2 by r1. ദാറ്റ് ഇസ് ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ സർക്കുലർ ഓർബിറ്റ് അല്ലെങ്കിൽ പോലും ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 10th one. A particle of mass m is projected with a velocity v is equal to k into escape velocity from the surface of Earth. The maximum height of the above reached by the particle is. Okay, എർത്തിന്റെ സർഫസിന് മുകളിൽ എത്ര ഹൈറ്റിലേക്കാണ് അത് എത്തുന്നത്? മാക്സിമം ഹൈറ്റ് അബവ് ദ സർഫസ് റീച്ച്ഡ് ബൈ ദി പാർട്ടിക്കിൾ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം.
ബോഡി ഇവിടെ നിന്ന് എറിഞ്ഞു, v സ്പീഡിൽ എറിഞ്ഞു, അത് ഇതുവരെ എത്തി. എന്ത് അപ്ലൈ ചെയ്യുക? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? സർഫസിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി -gmm/r. കൈനറ്റിക് എനർജി എന്താണ്? ½ mv². v എന്ന് പറഞ്ഞാൽ എന്താണ്? k ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ ആണ്. അപ്പൊ k² ഇൻറ്റു ve². ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല അല്ലെ. മാക്സിമം ഹൈറ്റിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ പോവാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി ഇല്ല, തീർന്നു പോയി. ഞാൻ ഇവിടെ നിന്ന് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെ കുറച്ച് കൈനറ്റിക് എനർജിയും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ മുകളിലോട്ട് എറിഞ്ഞത് അല്ലെ. പക്ഷെ മുകളിലേക്ക് പോകുന്തോറും അതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? അത് പൊട്ടൻഷ്യൽ എനർജി തിന്നുകൊണ്ടിരിക്കുക, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അങ്ങനെ കൈനറ്റിക് എനർജി കുറയും, കുറഞ്ഞു അങ്ങനെ അവസാനം കൈനറ്റിക് എനർജി തീർന്നു പോകും അല്ലെ. അപ്പൊ പിന്നെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, പിന്നെ മുകളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ കൈനറ്റിക് എനർജി k<1 ആണ്. അതുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റിയുടെ അത്രയും വെലോസിറ്റി ഇല്ല. അപ്പൊ അവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രം. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? -gmm/ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി r+h. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. സോ ഇവിടെ -gmm/r +½ m k² ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, √2gm/r. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ 2gm/r is equal to -gmm/r+h. ഇനി ഒന്നുമില്ല, ഇനി റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് gmm അങ്ങ് ക്യാൻസൽ ചെയ്യാം. എല്ലാത്തിലും gmm ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്താൽ -1/r k²/r 2 ക്യാൻസൽ ആകും. k²/r is equal to -1/r+h. ഓക്കെ, ഇനി ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ നമുക്ക് ഹൈറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ഇറ്റ് ഇസ് k² ഇൻറ്റു r ഡിവൈഡഡ് ബൈ 1 - k² എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. ഓപ്ഷൻ 4. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. ഒരു ഇത്ര വെലോസിറ്റിയിൽ എറിയുന്നു, അത് ഇത്ര ഹൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷനൊക്കെ കാണാതെ പഠിച്ചു വെക്കാം, ഇത്ര വെലോസിറ്റി പറഞ്ഞാൽ ഇത്ര ഹൈറ്റ് പോകും എന്നുള്ളത്. പക്ഷെ അതിന്റെ റേഞ്ച് വളരെ ലിമിറ്റഡ് ആണ്. എക്സാക്ട്ലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാൻ താല്പര്യമാണ്, നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു വെച്ചോളൂ, കുഴപ്പമില്ല. ഓരോന്നിനും ഇതിന് മാത്രമല്ല, ജനറൽ ആയിട്ട് പറയുകയാണ്. പക്ഷെ നമ്മളവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു കോൺസെപ്റ്റ് ആണ് പഠിച്ചു വെക്കുന്നതെങ്കിൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻ വന്നാലും വി ഷുഡ് ബി ഏബിൾ ടു അപ്ലൈ ദാറ്റ് കംഫർട്ടബിളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11th വണ്ണിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. The escape velocity from the Earth's surface is v. Escape velocity from the surface of another planet having a radius 4 times as that of Earth and same mass density. ശ്രദ്ധിക്കണം, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല √2gm/r ആണ്. വേറൊരു പ്ലാനറ്റിലെ എസ്കേപ്പ് വെലോസിറ്റി v', അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയായിരിക്കും? √2g ഇൻറ്റു അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ് r'. നോക്കാം, √2g ഇൻറ്റു ഒരേ ഡെൻസിറ്റി ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ 4 ഇരട്ടി റേഡിയസ്. അപ്പൊ r' എന്ന് പറഞ്ഞാൽ 4r ആണ്, 4 ഇരട്ടി റേഡിയസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, റേഡിയസ് 4 ഇരട്ടി ആണെങ്കിൽ വോളിയം 64 ഇരട്ടി ആയിരിക്കും. 4ന്റെ ക്യൂബ് 64 ഇരട്ടി ആയിരിക്കും. വോളിയം 64 ഇരട്ടി ആണെങ്കിൽ ഒരേ ഡെൻസിറ്റി ആയതുകൊണ്ട് മാസ് 64 ഇരട്ടി ആയിരിക്കും. അപ്പൊ അതിന്റെ മാസ് എത്രയാണ്? 64 m എന്ന് എടുക്കാം. അപ്പൊ 64/4 16 ആണ്. 16 റൂട്ടിന് പുറത്തെടുത്താൽ 4 വരും. 4 ഇൻറ്റു √2gm/r. 4 ഇൻറ്റു √2gm/r എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു v. അതായത് എർത്തിന്റെ സർഫസ് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി v ആണെങ്കിൽ ആ പ്ലാനറ്റിന്റെ സർഫസ് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി 4v. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ വലിയ പ്ലാനറ്റ് ആണെങ്കിൽ ഓബ്വിയസ്ലി എസ്കേപ്പ് വെലോസിറ്റി കൂടുതലായിരിക്കും, സെയിം ഫോർ ദ സെയിം ഡെൻസിറ്റി. ആൻസർ ഇതാണ്, ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 11. പ്രാക്ടീസ്. അടുത്തത് 12th one. What is the depth at which the value of acceleration due to gravity becomes 1/n times the value on the surface of Earth? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം, ഡെപ്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? g' is equal to g into നമുക്ക് വേണമെങ്കിൽ 1 - d/r എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം അല്ലേ.
ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചാൽ ഇത് ശ്രദ്ധിക്കണം, ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത എക്സ്പ്രഷൻ ഒന്നുമല്ല. അതായത് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ എന്ന് പറഞ്ഞ ജനറൽ എക്സ്പ്രഷൻ ഇല്ലേ, ഈ എക്സ്പ്രഷൻ തന്നെയാണിത്. അവിടെ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ മൈനസ് ഡി, ആർ സ്മോൾ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ അല്ലേ. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത എക്സ്പ്രഷൻ അല്ല. 1 മൈനസ് 2h ബൈ ആർ ഹൈറ്റിന്റെ ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ചെയ്തതാണ്. ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത ഇക്വേഷൻ അല്ല, എത്ര ഡെപ്തിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. സോ ജി ഡാഷ് ഇസ് ജി ബൈ എൻ is equal to g into 1 minus d by r. g cancel ആകും, 1 by n is equal to 1 minus d by r, or d by r is equal to 1 minus 1 by n. 1 minus 1 by n നമുക്ക് n minus 1 by n എന്ന് എഴുതാം, or d is equal to r into n minus 1 divided by n. ഓപ്ഷൻ 2. മിസ്റ്റേക്ക് ഒന്നും വന്നില്ല എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് കിട്ടിയത് ഓപ്ഷൻ 2, r into n minus 1 divided by n. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് സൂക്ഷിച്ച് നോക്കിക്കോണം. എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നോണ്ട് നിങ്ങളാണ് നോക്കാനുള്ളത് എനിക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 12. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള കോൺസെപ്റ്റ് ആണ്. The period of revolution of a planet A around the sun is 8 times as that of B. The distance of A from sun is how many times greater than that of B from the sun? Okay, ശ്രദ്ധിക്കാം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് T1 by T2 the whole square is equal to R1 by R2 the whole cube. അല്ലെങ്കിൽ T1 by T2 is equal to R1 by R2 the whole cube. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പീരീഡ് ഓഫ് റെവല്യൂഷൻ A is 8 times as that of B. അപ്പോൾ T1 by T2 എന്ന് പറയുന്നത് 8 ആണ്. ഇസ് ഈക്വൽ ടു R1 by R2 the whole raised to 3 by 2 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പറയാം 8 raised to 2 by 3 is equal to R1 by R2 എന്ന് പറയാം. സോ R1 is equal to 8 raised to 2 by 3 എത്രയാണ്? 8 raised to 2 64. 64ന്റെ റൂട്ട് 4. സോ 4 R2 അല്ലേ. സോ വി ക്യാൻ സേ R1 is equal to 4 times R2. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് പഴയതാണ്, ബട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർട്ടീൻത് വൺ, നമ്മൾ ഇന്നത്തെ 14th ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റന്റ് ടോർക്ക് ആക്ടിംഗ് ഓൺ എ യൂണിഫോം സർക്കുലർ വീൽ ചേഞ്ചസ് ഇറ്റ്സ് ആംഗുലർ മൊമെന്റം ഫ്രം A to 4A in 4 seconds. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോർക്ക്. അപ്പോൾ ഞാനിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, നമുക്ക് വളരെ പരിചയമുള്ളൊരു കോൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏത് കോൺസെപ്റ്റ് ആണ് ഇവിടെ? എന്താ തന്നിരിക്കുന്നത്? ആംഗുലർ മൊമെന്റം തന്നിട്ടുണ്ട്, ടോർക്ക് കണ്ടുപിടിക്കണം. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നന്നായിട്ട് അറിയാന്നുള്ളതാണ് അല്ലേ. എന്താണ്? ടോട്ടൽ ടോർക്ക് ആക്ടിംഗ് ഓൺ ദി ഒബ്ജക്ട് is equal to the rate at which the angular momentum of the object is changing. Or torque is the rate of change of angular momentum. Just like we say force is equal to rate of change of momentum, torque is equal to rate of change of angular momentum. Magnitude wise പറഞ്ഞാൽ നമുക്ക് പറയാം torque is equal to average torque എടുത്താൽ the change in angular momentum divided by the time taken. So angular momentum A യിൽ നിന്ന് 4A യിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് അല്ലേ. So change in angular momentum 4A minus A divided by time taken 4 seconds. So torque എത്രയാണ്? Torque is equal to 3A divided by 4, that is 0.75A. Simple question. Question number 1. അല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാനിവിടെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്തതിൻ്റെ പർപ്പസ് വേറെ ഒന്നുമല്ല. നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് നോക്കി, ഇനി കുറച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയൊക്കെ ഇടയ്ക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് അറിയാവുന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ മറന്നുപോകരുത്. അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തത്, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതാണ്? ടോർക്ക് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. അടുത്തത് യെസ്, റൊട്ടേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് റോളിംഗ് അല്ലേ. റോള് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ്, കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെയൊക്കെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ബോഡി റോള് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² ആണ്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. ഇപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണ്? ഇറ്റ് ഇസ് 12 I⍵². ഓക്കെ, അത് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, 12
I can be written as mk square, where k is the radius of gyration of the body. Omega നമുക്ക് pure rolling ആയതുകൊണ്ട് v is equal to r omega. അങ്ങനെയാണെങ്കിൽ omega can be written as v by r square. v by r, so this is v square by r square. അപ്പോൾ എനിക്ക് എന്ത് പറയാം? The rotational kinetic energy is half mv square into k square by r square. Okay, so നമുക്ക് പറയാം rotational kinetic energy is equal to translational kinetic energy into k square by r square. ആ k square by r square കണ്ട് പേടിക്കരുത്. പലരും ഇങ്ങനെ ആലോചിക്കാറുണ്ട് k square by r square എങ്ങനെയാണ് കാണാതെ പഠിച്ചു വെക്കാന്ന്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഇറ്റ് ഈസ് 1 into mr square. ദാ ഇങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ k square by r square 1 ആണ്. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഇറ്റ് ഈസ് 1/2 mr square. അങ്ങനെയാണെങ്കിൽ k square by r square 1/2 ആണ്. നമുക്കറിയില്ലേ? ഒരു സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr square ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ k square by r square 2/5 ആണ്. ഓർത്തു വെക്കുക, എളുപ്പമല്ലേ? അടുത്തത് ഒരു ഹോളോ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം 2/3 mr square ആണെങ്കിൽ അതിന്റെ k square by r square 2/3 ആണ്. ഓർത്തു വെക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? യെസ്. അപ്പൊ വീണ്ടും ഇതിലേക്ക് വന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് 40% ഓഫ് ദി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ kr/kt 40% ആണെന്നാ പറയുന്നത്, 0.4 ആണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ k square by r square എത്രയാണ്? k square by r square 0.4. 0.4 നമുക്ക് സ്നേഹത്തോടെ 4/10 എന്ന് എടുക്കാം. 4/10 നമുക്ക് സ്നേഹത്തോടെ ക്യാൻസൽ ചെയ്താൽ 2/5 എന്ന് കിട്ടും. 2/5 എന്ന് പറഞ്ഞാൽ k square by r square 2/5. അതിന്റെ അർത്ഥം മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. k square by r square ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ mr സ്ക്വയറിന് മുമ്പ് വരുന്ന നമ്പർ ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. 2/5 ആണ് k square by r square എങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr square ആണ്. 2/5 mr square ആർക്കാ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത്? സോളിഡ് സ്ഫിയർ. സോ ആൻസർ ഏതാണ്? സോളിഡ് സ്ഫിയർ, ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 15. ഇതിൽ നിങ്ങളുടെ ടേക്ക് അവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കോൺസെപ്റ്റ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. k square by r square എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതുമ്പോൾ mr സ്ക്വയറിന് മുമ്പ് വരുന്ന ആ ഒരു നമ്പർ, അതാണ് k square by r square. അതുപോലെ in pure rolling, rotational kinetic energy is equal to k square by r square into translational kinetic energy, only in pure rolling. അടുത്തതിലേക്ക് വരാം. ഇത് വളരെ നല്ല റോളിങ്ങിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ എപ്പോഴും കാണാറുള്ള ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാമെന്ന്. A wheel is rolling straight on ground without slipping. If the center of mass of the wheel has speed v, instantaneous velocity of the point P on the rim defined by an angle theta relative to the ground. അല്ലെ, ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡയഗ്രാം ഞാനൊന്നുകൂടെ വരയ്ക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ ആ കോൺസെപ്റ്റ് അറിയണം. റോളിങ്ങിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ പ്യുവർ റോളിംഗ് ആണ്. പ്യുവർ റോളിംഗിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, അല്ലെ? പ്യുവർ റോളിംഗിന്റെ കേസ് എടുത്താൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ഇപ്പൊ ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷണൽ മോഷനും നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ട്രാൻസ്ലേഷണൽ മോഷൻ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി v ആണെങ്കിൽ നമ്മുടെ ഈ പോയിന്റിന്റെയും വെലോസിറ്റി v ആയിരിക്കും. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ തന്നെ പോകുന്നതിനെയാണ് നമ്മൾ സ്നേഹത്തോടെ ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുക, അല്ലെ? അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുക. എന്നാൽ അതുപോലെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ അപേക്ഷിച്ച്, സെന്റർ ഓഫ് മാസിനെ അപേക്ഷിച്ച് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? അപ്പൊ അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ ആ പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ വെലോസിറ്റി ഇത് ഇങ്ങനെയായിരിക്കും. എത്രയായിരിക്കും വെലോസിറ്റി? r ഒമേഗ. പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് അത് v ആയിരിക്കും. v is equal to r ഒമേഗ. ഇത് നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലോ? റോളിംഗ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഒരേ പോയിന്റിന് തന്നെ രണ്ട് വെലോസിറ്റി വരും. ഏതൊക്കെയാണ്? ഒന്ന് റൊട്ടേഷൻ കാരണം കിട്ടുന്ന വെലോസിറ്റി, രണ്ട് അതിന് ട്രാൻസ്ലേഷൻ കാരണം കിട്ടുന്ന വെലോസിറ്റി. ഈ രണ്ട് വെലോസിറ്റി അതിന് വരും. അപ്പോ ഇത് ആര് കാരണം കിട്ടുന്ന വെലോസിറ്റിയാ? ട്രാൻസ്ലേഷൻ കാരണം കിട്ടുന്ന വെലോസിറ്റി. ഇത് റൊട്ടേഷൻ കാരണം കിട്ടുന്ന വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും.
ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ അല്ലെ. ഒരേ വെക്ടർ, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടർ, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. ഒന്നുകൂടെ പറയാം, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടർ, ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. റിസൾട്ടന്റ് എത്രയാണ്? അവരുടെ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 2v cos θ/2. ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടർ, ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അവരുടെ സം എന്താണ്? 2v cos θ/2. ഡിഫറൻസ് എത്രയായിരിക്കും? 2v sin θ/2. ഓർത്തു വെക്കുക, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സ്, ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ റിസൾട്ടന്റ് ഇറ്റ് ഇസ് 2v cos θ/2. ആൻസർ ഏതാണ്? ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, അടുത്തതിലേക്ക് വരാം നമുക്ക്. ഈ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. അടുത്തതിലേക്ക് വരാം. ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോ ദിസ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ പ്രത്യേകം ഒന്ന് നോട്ട് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമുക്കൊന്ന് അധികം ഒന്നും ചെയ്യാനില്ലാത്ത ക്വസ്റ്റ്യനാണ്. പക്ഷേ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. If the density of material of a square plate and a circular plate shown in figure is same, the center of mass of the composite system. ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ വരയ്ക്കാം. ഓപ്ഷൻസ് ശ്രദ്ധിക്കണം. Inside the square plate, inside the circular plate, at the point of contact, outside the system. ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ വരയ്ക്കാം. ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ there is a circular plate. അപ്പോൾ സർക്കുലർ പ്ലേറ്റ് ശ്രദ്ധിക്കണം, സ്ക്വയർ പ്ലേറ്റിന്റെ അതേ ഡയമീറ്റർ, അതായത് സ്ക്വയർ പ്ലേറ്റിന്റെ സൈഡ് ലെങ്ത്തും സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്ററും ഒക്കെ എക്സാക്ട്ലി സെയിം ആണ് അല്ലെ. അപ്പൊ ഞാൻ സ്ക്വയർ പ്ലേറ്റിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാം. ജസ്റ്റ് അവർ തമ്മിൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പൊ സ്ക്വയർ പ്ലേറ്റിന്റെ സെന്റർ ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്ന് L/2 ഡിസ്റ്റൻസിലായിരിക്കും അല്ലെ. ഇപ്പൊ സർക്കുലർ പ്ലേറ്റിന്റെ സെന്റർ ഇവിടെ നിന്ന് L/2, അവരുടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് L/2 ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, ഞാൻ ദേ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ ഒരു വര വരച്ചു. ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. സോ ഇവിടെയാണ് സെന്റർ ഓഫ് ദി സ്ക്വയർ പ്ലേറ്റ്. ദിസ് ഇസ് ദി സെന്റർ ഓഫ് ദി ഡിസ്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയായിരിക്കും? ഒരേ ഡെൻസിറ്റിയാണ്, എവിടെയായിരിക്കും സെന്റർ ഓഫ് മാസ്? എക്സാക്ട് പൊസിഷൻ ഒന്നും വേണ്ട. ഈ വരയുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരയിലാണോ അതോ ഈ സിസ്റ്റത്തിന് പുറത്താണോ എന്നൊക്കെ മാത്രം മതി. ഞാൻ അതിൻ്റെ ഉത്തരം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഡിസ്ക് നോക്കുക. ഈ ഡിസ്ക് മുഴുവനായിട്ട് ഈ സ്ക്വയർ പ്ലേറ്റിനകത്ത് നിൽക്കില്ലേ? നിൽക്കുമല്ലോ. ഈ ഡിസ്ക് മുഴുവനായിട്ട് സ്ക്വയർ പ്ലേറ്റിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കിനാണോ സ്ക്വയർ പ്ലേറ്റിനാണോ മാസ് കൂടുതൽ? ഒരേ ഡെൻസിറ്റിയാണ്, ഏരിയ കൂടുതൽ നമ്മുടെ സ്ക്വയർ പ്ലേറ്റിനാണ്. അപ്പോൾ അവിടെ മാസ് കൂടുതൽ ആർക്കാണ്? മാസ് കൂടുതൽ നമ്മുടെ സ്ക്വയർ പ്ലേറ്റിന് തന്നെയാണ്. ശരിയല്ലേ? സോ മാസ് കൂടുതൽ ആർക്കാണ്? സ്ക്വയർ പ്ലേറ്റിനാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ കൂടുതൽ മാസ്? ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ മാസ് എങ്കിൽ സെന്റർ ഓഫ് മാസും അതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സോ സെന്റർ ഓഫ് മാസ് വിൽ ബി സംവെയർ ഓവർ ഹിയർ. അതൊന്ന് ഓർത്ത് വെക്കാൻ ഒത്തിരി കാര്യങ്ങളും നമ്മൾ അത് ആലോചിക്കേണ്ട. സോ ദിസ് ഇസ് വേർ ദ സെന്റർ ഓഫ് മാസ് വിൽ ബി. ഇറ്റ് വിൽ ബി സംവെയർ ഇൻസൈഡ് ദി സ്ക്വയർ പ്ലേറ്റ്. സിമ്പിൾ കോൺസെപ്റ്റാണ് പറഞ്ഞത്. അതായത് ഒരു ലൈൻ ഉണ്ട്, ഒരു ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ഇവിടെ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇവിടെ എക്സ് ഡിസ്റ്റൻസിൽ ഒരു മാസ് ഉണ്ട്, M1 വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ് ഡിസ്റ്റൻസിൽ അതേ ഡിസ്റ്റൻസിൽ വേറൊരു മാസ് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ചുമ്മാ ഇങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. ഒരു ലൈൻ വരച്ചാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മാസം, റൈറ്റ് സൈഡിൽ കൂടുതൽ മാസമാണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും സെന്റർ ഓഫ് മാസ് എന്ന് വെറുതെ അങ്ങനെ പറയാൻ പറ്റില്ല. ഈക്വൽ ഡിസ്റ്റൻസിലാണ് മാസ് വെച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും സെന്റർ ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ മാസ് ഇവിടെയും, അല്ലെങ്കിൽ ഒരു വലിയ മാസ് ഇവിടെയും, ഒരു ചെറിയ മാസ് ഇവിടെയുമാണ് വെക്കുന്നതെങ്കിൽ ഈ ലൈനിന്റെ ഇപ്പുറത്തെ സൈഡിൽ ആകാം സെന്റർ ഓഫ് മാസ്, പോസിബിൾ ആണ്. പക്ഷേ ഒരേ ഡിസ്റ്റൻസിൽ 2 പോയിന്റ് വെച്ചാൽ, ഒരേ ഡിസ്റ്റൻസിൽ 2 മാസ് വെച്ചു, അങ്ങനെയാണെങ്കിൽ കൂടുതൽ മാസ് ആരാണോ അയാളുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എപ്പോഴും കൂടുതൽ മാസ് ഉള്ള ആളുടെ അടുത്തായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ് 2 പേര്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ മാസ് ഉള്ള ആളുടെ അടുത്തായിരിക്കും സെന്റർ ഓഫ് മാസ്. അപ്പോൾ ആരുടെ അടുത്തായിരിക്കും? ആരുടെ അകത്തായിരിക്കും? നമ്മുടെ സ്ക്വയർ പ്ലേറ്റിനുള്ളിലായിരിക്കും. ചെയ്യാനൊന്നുമില്ല, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഹായ് നല്ല ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് 18th one.
A thin hollow cylinder is free to rotate about its geometrical axis. It has a mass of 8 kg and radius 20 cm. Rope is wrapped around the cylinder. What force must be exerted along the rope to produce an angular acceleration of 3 radians per second square? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ വേറൊരു വേരിയേഷൻ ആണ്. ഇവിടെ ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്തു. ഓക്കെ, ഹോളോ സിലിണ്ടർ ആണ്. ആംഗുലർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ടോ എന്താണ്? എഫ് ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഐ. ഹോളോ സിലിണ്ടർ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ഇൻറ്റു ആൽഫ. ആറ് ക്യാൻസൽ ആയി. എഫ് ഇസ് ഈക്വൽ ടു എം ആർ ആൽഫ. മാസ് എത്രയാണ്? നമ്മുടെ സിലിണ്ടറിന്റെ മാസ് 8 കിലോഗ്രാം. റേഡിയസ് എത്രയാണ്? ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഇസ് 20 സെന്റിമീറ്റർ, 0.2. ആൽഫ എത്രയാണ്? 3 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. എല്ലാം എസ് ഐ യൂണിറ്റിലാണോ നോക്കുക. 8 × 3 24 × 0.2 ദാറ്റ് ഇസ് 4.8 ന്യൂട്ടൺ. ഉണ്ടോ 4.8 ന്യൂട്ടൺ? അതോ നമുക്ക് തെറ്റിയോ? ഇല്ലല്ലോ, 4.8 ന്യൂട്ടൺ ഉണ്ട്. ഓപ്ഷൻ 3 ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ. ഓൾറെഡി ചെയ്തൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അത് നമുക്കൊന്നുകൂടെ കോൺസെപ്റ്റ് ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. അടുത്തത് AB and CD are two identical rods, each of length L and mass m joined to form a cross. The moment of inertia of these two rods about the bisector of the angle between the rods. Yes. നമുക്ക് പലപ്പോഴും പ്രശ്നം ആകാറുള്ളൊരു സംഗതിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ. അങ്ങനെ പ്രശ്നമാകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി വന്നാൽ മതി. ഞാനതിന് ഈ ഒരു പ്രോബ്ലത്തിൽ അതൊന്ന് സഹായിക്കാം. അപ്പോൾ ഇവിടെ this is a pair of two rods. അപ്പോൾ അവിടെ രണ്ട് ആക്സിസ് ഉണ്ടല്ലേ. എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസ് ഇതാ. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ ഐ എന്ന് എടുത്തു. ആർക്കെങ്കിലും അങ്ങനെ എടുക്കുന്നതിൽ വിരോധമുണ്ടോ ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ വേറൊരു ആക്സിസ് കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു ആക്സിസ് കൊണ്ട് തന്നെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാതിരിക്കുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് അടുത്ത ആക്സിസ് കൂടെ കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷെ എന്തിനാ ആക്സിസ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ആക്സിസ് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ആയിരിക്കണ്ടേ. സിമെട്രിക് ആയിട്ടുള്ള ഒരുപോലുള്ള രണ്ട് ആക്സിസ് അല്ലേ. ഈ ആക്സിസുകളുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് ആക്സിസും നമ്മുടെ ബോഡിയുടെ പ്ലെയിനിലാണ്. ആൻഡ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കാമല്ലോ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ചാൽ ഇവിടെ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഇങ്ങനൊരു ആക്സിസ്. ഈ ആക്സിസിനെ നമ്മൾ സെഡ് ആക്സിസ് എന്ന് വിളിക്കാം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സെഡ്. അപ്പോൾ ഇതിനെ ഒരു ആക്സിസ് എക്സ് ആക്സിസ് എന്ന് എടുക്കാം. ഇത് വൈ ആക്സിസ്, ദിസ് ഇസ് ദി സെഡ് ആക്സിസ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ പ്ലെയിനിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമതൊരു ആക്സിസ്. സോ യൂസിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വി ക്യാൻ സേ ഐ സെഡ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് ആക്സിസിന്റെയും കൂടി സം, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം, ഐ പ്ലസ് ഐ. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? ഐ സെഡിന്റെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ. ഒരു റോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്താൽ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/12 അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. സോ 2 × ml²/12 is equal to 2i. സോ 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഐ എന്ത് കിട്ടും? ഐ is equal to ml²/6. ശരിയല്ലേ? എന്താണ്? ഇറ്റ് ഈസ് വാട്ട് വി ഹാവ്. സോറി, അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ 2 തവണ ക്യാൻസൽ ചെയ്തു. ആ 2 ും 2 ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എം ആണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലേ. സോറി. സോ 2 ും 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വിൽ ഗെറ്റ് ഐ ഈസ് ഈക്വൽ ടു ml²/12 itself. ml²/6 അല്ല, ml²/12 itself. അപ്പോൾ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയി രണ്ടുപേരും പരസ്പരം ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇറ്റ് ഈസ് ml²/12 × 2. അപ്പോൾ അതിന്റെ പകുതിയായിരിക്കും ഈ രണ്ട് ആക്സിസിലും. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 19. ആൻസർ ചെയ്താൽ വരുന്നത് ml²/12 ഓപ്ഷൻ 1. ഓക്കെ, 19th ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Okay, if the system is released, then the acceleration of the center of mass of the system. So what we have is a pulley mass system. ഇപ്പോൾ പുള്ളി മാസ് സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. സിമ്പിൾ ആറ്റ്പുട്ട് മെഷീൻ എന്നാണ് ഇതിന് നമ്മൾ പറയുക. എങ്ങനെയാണ്? അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ മുകളിലേക്ക് എയും ഇതിന്റെ ആക്സിലറേഷൻ താഴേക്ക് എയുമാണ്. എ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആറ്റ്പുട്ട് മെഷീന്റെ ആക്സിലറേഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് m2 - m1 / m1 + m2 × g. 3m - m 2m
divided by m1 plus m2, 4m into g. That is g by 2. അല്ലേ? ഒരാൾ g by 2 ആക്സിലറേഷനിൽ മുകളിലേക്കും ഒരാൾ g by 2 ആക്സിലറേഷനിൽ താഴേക്കും പോകും. ഇത് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് അല്ലേ? ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് m into വെക്ടർ a1 പ്ലസ് ഇയാളുടെ ആക്സിലറേഷൻ ഇയാളുടെ മാസ് 3m, m1 a1 plus m2 a2, 3m into vector a2 divided by m1 plus m2, 4m. m അപ്പം തന്നെ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് 1/4 into വെക്ടർ a1 എന്ന് പറഞ്ഞാൽ ഇത് a മുകളിലേക്ക്, അതായത് g by 2 upwards, j cap എന്ന് എടുക്കാം. j cap എന്ന് എടുക്കണമെന്നില്ല, ജസ്റ്റ് g by 2 എന്ന് എടുത്താലും മതി. പ്ലസ് 3 into a2 എന്താണ്? g by 2 downwards എന്ന് പറയുമ്പോൾ ഇത് g by 2 j cap എന്ന് എടുത്താൽ അടുത്തത് മൈനസ് g by 2 j cap എന്ന് എടുക്കണം. സോ ACOM is equal to 1/4 into minus 3g by 2 plus g by 2 എത്ര കിട്ടും? മൈനസ് j cap. സോ നമുക്ക് എന്താ കിട്ടുക? മൈനസ് g by 4 j cap. ഞാൻ അവിടെ വെക്ടർ ഫോമിൽ എഴുതിയതിന് കാരണമുണ്ട്. ആൻസർ g by 4 ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ g by 4 ആ. വെക്ടർ ഫോമിൽ നമുക്ക് കിട്ടിയത് മൈനസ് j cap എന്നാ അല്ലേ? മൈനസ് j cap എന്നാ. അപ്പൊ മൈനസ് j cap എങ്ങോട്ടാ? താഴേക്കാ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാ സെന്റർ ഓഫ് മാസ് താഴേക്ക് പോകുന്നത്? ശ്രദ്ധിക്കുക, ഇവിടുത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. വെയിറ്റ് താഴേക്കാണ്, സെന്റർ ഓഫ് മാസ് താഴേക്കേ വരത്തുള്ളൂ. ഓക്കെ, റിസൾട്ടന്റ് എക്സ്റ്റേണൽ ഫോഴ്സ് താഴേക്കാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇവിടെ മാസ് കൂടിയ ആള് ആരാ? 3m. മാസ് കൂടിയ ആള് താഴേക്കും മാസ് കുറഞ്ഞ ആള് മുകളിലേക്കും അല്ലേ പോകുന്നത് വിത്ത് സെയിം ആക്സിലറേഷൻ. അപ്പോൾ ഓബ്വിയസ്ലി മാസ് കൂടിയ ആൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ സെന്റർ ഓഫ് മാസ് പോവുക, g by 4 ഡൗൺവേർഡ്സ്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 20. അടുത്തതിലേക്ക് വരാം. 21 ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കൊന്നുകൂടെ ചെയ്യാം. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. 3 identical spheres each of mass m are placed at the corners of a right angle triangle. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 3 എണ്ണം, m with mutually perpendicular sides equal to 3 meter. ഓക്കെ, ചെറിയൊരു വ്യത്യാസം. നേരത്തെ 2 ആയിരുന്നു, ഇപ്പോൾ അത് 3 ആയിരുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. Taking their point of intersection as the origin. ഇതാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുക. ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം, ദ സെന്റർ ഓഫ് മാസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐഡന്റിക്കൽ മാസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഐഡന്റിക്കൽ മാസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് വെക്ടർ r1 പ്ലസ് വെക്ടർ r2 പ്ലസ് വെക്ടർ r3 by 3. വെക്ടർ r1 എത്രയാണ്? 3i cap. വെക്ടർ r2 എത്രയാണ്? 3j cap. വെക്ടർ r3 എത്രയാണ്? ഒറിജിനിലാണ്. സോ 0 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 പ്ലസ് r3 by 3 എന്ന് നമുക്ക് കിട്ടും. 3 ക്യാൻസൽ ആയി പോയാൽ we will get i cap plus j cap. ഓപ്ഷൻ 3 അല്ലേ? ഓൾറെഡി ചെയ്തതുകൊണ്ട് നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഓൾറെഡി ചെയ്തതാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ we have to make sure that we get to try at least once all the questions or most of the questions which are probable to appear in an entrance examination. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരിക്കലെങ്കിലും കൈവച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ കൂട്ടുക അല്ലേ? അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത, അപ്പോൾ എന്താ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്? ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തു കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാനുള്ള സാധ്യത വളരെ ചെറുതായിട്ടാണെങ്കിലും ഞാനൊന്ന് കുറയ്ക്കുകയാണ് എന്ന് മാത്രമല്ല. എന്ന് കരുതി കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ രണ്ട് ഫ്രണ്ടിൽ നിന്നും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യണം. ഒന്ന്, നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്നു, അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുന്നു. 2, അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ 22. A flywheel has a moment of inertia 112.5 kg/m². What constant torque is required to increase its speed from 2 rps to 10 rps in 4 seconds? അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക? ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ, സെയിം എഫ് ഇസ് ഈക്വൽ ടു എം എ പോലെ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. നമുക്ക് ടോർക്ക് ആണ് വേണ്ടത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക? ω2 മൈനസ് ω1 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ എത്രയാണ്? 112.5 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? 4 സെക്കൻഡ്. ω2 എത്രയാണ്? ഇറ്റ് ഇസ് 10 മൈനസ് 2, 10 rps മൈനസ് 2 rps. ഉത്തരം ശരിയായോ? ഉത്തരം ശരിയായോ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കിട്ടാനുള്ള മാർക്കും പോവും, ഒരു നെഗറ്റീവ് മാർക്ക് പഠിക്കും. എന്താ പ്രശ്നം?
RPS. RPS is rotations per second. റേഡിയൻസ് പെർ സെക്കൻഡ് അല്ല, റേഡിയൻസിനാണെങ്കിൽ RAD എന്ന് തന്നെ എഴുതും. റൊട്ടേഷൻസ് പെർ സെക്കൻഡ്, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻസ് ആണ്. സോ 1 RPS is 2π റേഡിയൻസ് പെർ സെക്കൻഡ്. RPM ആണെങ്കിൽ 2π/60 എടുക്കണം. റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണെങ്കിൽ 2π/60 എടുക്കണം. റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ 2π റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 112 into 5/4 into 10 minus 2 is 8, 8 into 2π. So 8 into 2 is 16, 16/4 is 4, 4 into 112.5 എത്രയാണ്? 450π. അതെങ്ങനെയാ? 112.5 into 2 എന്ന് പറഞ്ഞാൽ 225 225 into 2 450. അതൊക്കെ ഒന്ന് ഓർത്തോണം. നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 450π ന്യൂട്ടൺ മീറ്റർ 22. ആൻസർ ഏതാണ്? ഓപ്ഷൻ 2. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അടുത്തത് നെക്സ്റ്റ് വൺ, ഇതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യം അല്ലേ? Shell at rest explodes. The center of mass of the fragments moves along a parabolic path, moves along a straight line, moves along an elliptical path, remains at rest. ഇപ്പോൾ ശ്രദ്ധിക്കണം, ആകെ തെറ്റാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ 1 ആണെന്ന് വിചാരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഓപ്ഷൻ 1 അല്ല, ഇറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ഇറ്റ് റിമൈൻസ് അറ്റ് റെസ്റ്റ്. എന്താണ് സംഭവിക്കുന്നത്? ഒരു ഷെൽ അറ്റ് റെസ്റ്റ് ഇസ് എക്സ്പ്ലോഡിങ്. റെസ്റ്റിലിരിക്കുന്ന ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലോഷൻ നടക്കുന്നത് അതിന്റെ ഇന്റേണൽ ഫോഴ്സസ് കാരണമാണ്, അല്ലെ? അകത്തുള്ള ഇന്റേണൽ ഫോഴ്സസ് കാരണമാണ് അത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. റെസ്റ്റിലിരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സ്, അപ്പൊ എക്സ്പ്ലോഡ് ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഫോഴ്സിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് നോ അതർ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഓക്കെ, ഇപ്പൊ ഒരു പ്രൊജക്റ്റഡ് ഷെൽ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വേറെയാണ്. പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഷെൽ റെസ്റ്റിലാണ്, ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഷെല്ല് റെസ്റ്റിലാണ്, എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഗ്രാവിറ്റിയുടെ കേസ് ഒന്നും, ഗ്രാവിറ്റിയുടെ കാര്യം ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ഫോർ നൗ ലെറ്റ് us not consider the effect of gravity. അപ്പോൾ ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഷെല്ല് റെസ്റ്റിലാണ്, അതിന്റെ സെന്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ആക്സിലറേറ്റ് ചെയ്യില്ല. സെന്റർ ഓഫ് മാസ് ആക്സിലറേറ്റ് ചെയ്യില്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് റിമൈൻസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ആദ്യമേ റെസ്റ്റിലാണ്. ഇനി ഇൻ കേസ് നമ്മുടെ ഷെല്ല് ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സമയത്താണ് ഷെല്ല് ഫയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ് ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഗ്രാവിറ്റി കണ്ടിന്യൂസ്ലി ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്താൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ ഒരു പരാബോളിക് പാത്തിൽ അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 24. 4 point masses, each of mass m are placed on the corners of a square of side A. The magnitude of gravitational force experienced by each of the particle. Again നമ്മൾ ഗ്രാവിറ്റേഷനിലേക്ക് വന്നു. അപ്പം ഒരു സ്ക്വയറിന്റെ 4 സൈഡിലായിട്ട് നമ്മൾ 4 പോയിന്റ് മാസ് വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം തന്നെ 1, 2, 3. 1 ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് നമുക്ക് F എന്ന് വിളിച്ചാൽ 3 ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും F തന്നെയായിരിക്കും. എങ്ങനെ അറിയാം? ഒരേ ഡിസ്റ്റൻസ് ആണ്, ഒരേ മാസ് ആണ്. അപ്പൊ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് പറയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് gm² ഡിവൈഡഡ് ബൈ a². ഈ 2 ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, 2 നമ്മുടെ ആ മാസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് വേറെയാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് നമുക്ക് F' എന്ന് വിളിക്കാം. Okay, so what is F dash? F dash is equal to gm² by mass m ഒക്കെ തന്നെയാണ്, പക്ഷേ ഈ ഡിസ്റ്റൻസ് √2a ആണ്. സ്ക്വയർ ചെയ്താൽ 2a² എന്ന് കിട്ടും. ദാറ്റ് ഈസ് F/2. അപ്പൊ ഇവിടെ 3 ഫോഴ്സ് ഉണ്ട്. ഇങ്ങനൊരു F ഉണ്ട്, ഇങ്ങനൊരു F ഉണ്ട്, പിന്നെ നടുക്കൊരു F/2 ഉണ്ട്. ഇപ്പൊ പറഞ്ഞേ, ഈ എഫിന്റെയും റിസൾട്ടന്റ് എത്രയാ? പെർപെൻഡിക്കുലർ ആയിട്ട് 2 ഫോഴ്സ് ആക്ട് ചെയ്താൽ, ഈക്വൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അവരുടെ റിസൾട്ടന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? √2f അല്ലേ? അപ്പൊ ആകെ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് F/2 പ്ലസ് √2f അല്ലെ? F/2 പ്ലസ് √2f. അപ്പൊ ഞാൻ അവിടെ നിന്ന് F പുറത്തെടുത്താൽ F ഇൻറ്റു 1/2 പ്ലസ് √2 എന്ത് കിട്ടും? F ഇൻറ്റു
1 plus 2 root 2 by 2. Okay. F എത്രയാണ്? It is g m square by a square into 1 plus 2 root 2 by 2. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഗ്രാവിറ്റേഷനും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലെ. ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 plus 2 root 2. ഏതാണ്? ഓപ്ഷൻ 3, ക്വസ്റ്റൻ നമ്പർ 24. ശരിയല്ലേ? ഇത് ഗ്രാവിറ്റേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. എന്താണ്? ഇൻഡിവിജ്വൽ ഫോഴ്സസ് കണ്ടുപിടിക്കുക, അവരുടെ വെക്ടർ സം എടുക്കുക. നെക്സ്റ്റ് വൺ. അടുത്തത്, a simple pendulum has a time period t1 when on the surface of earth and t2 when taken to a height of 2r above the earth's surface where r is the radius, the value of t1 by t2. t1 എന്താണ്? It is 2 pi root of l by g. t2 എന്താണ്? 2 pi root of l by g dash. ശരിയല്ലേ? അപ്പൊ t1 by t2 എങ്ങനെ എടുക്കും? t1 by t2 is equal to root of g dash by g. ഇനി g dash എങ്ങനെ കണ്ടുപിടിക്കും? t1 by t2 is equal to square root of. So g dash നമുക്ക് g into 1 minus 2h by r എന്ന് എടുത്തൂടെ, divided by g എന്ന് എടുത്തൂടെ. അപ്പൊ g യും g യും ക്യാൻസൽ ചെയ്യും. 1 minus 2h by r എന്ന് ആൻസർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഉത്തരവും കിട്ടും. പക്ഷെ അത് തെറ്റായിരിക്കും. എന്താ കാര്യം? This equation cannot be used for very large heights. That equation can be used only for heights negligible compared to the radius of earth. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. g dash എങ്ങനെയാണ്? gm by r square. പക്ഷെ r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് എർത്ത് ആയിരിക്കും. g dash ഡിവൈഡഡ് ബൈ g യിലെ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് എർത്ത് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ശരിയല്ലേ? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് എത്രയാണ്? ഹൈറ്റ് 2r ആണ്. സോ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് 3r ദ ഹോൾ സ്ക്വയർ. താഴെ ഈ സ്മോൾ ജി അല്ലെങ്കിൽ സ്മോൾ ജി എന്താണ്? എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? gm by r square. ക്യാൻസൽ ചെയ്യാനുള്ളതിനൊക്കെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 by root of 1 by 3 square 1 by 3 എന്ന് കിട്ടും. ഓപ്ഷൻ 2 അല്ലെ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് വൺ, 26. If g denotes the value of acceleration due to gravity, if g denotes the value of acceleration due to gravity at a point at a distance r from the center of earth of radius capital R, if small r less than capital R, then എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്. സോ പറയാ, this is the radius of earth. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എർത്തിന്റെ ഉള്ളിലുള്ള പോയിന്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. പുറത്തല്ല, ഉള്ളിലുള്ള ഒരു പോയിന്റ് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് ഫോർമുല? എന്താണ്? ഡയറക്റ്റ് ഫോർമുല എന്താണ്? g dash is equal to gm by capital R cube into small r. അല്ലെ? അതിന് പുറത്ത് ഇവിടെ ഒരു പോയിന്റ് ആണ് എടുത്തിരുന്നെങ്കിൽ, ഈ ഡിസ്റ്റൻസ് ആണ് എടുത്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി gm by small r square. അതാണ് നേരത്തെ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തത്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇറ്റ് ഇസ് gm by capital R cube into small r. അങ്ങനെയാണെങ്കിൽ g dash it is proportional to r. It is directly proportional to r. ഇവിടെ സെന്ററിൽ നിന്ന് സർഫസിലേക്ക് എത്തുന്നത് വരെ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയില്ല ഡെപ്തിന്റെ രീതിയിൽ, അത് എഴുതാമോ? അതും എഴുതാം. അതെങ്ങനെയാണ്? g dash is equal to gm by r cube into സ്മോൾ ആറിനെ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ, ഇതിന്റെ ആൻസർ നമുക്ക് ഏതാണെന്ന് മനസ്സിലായിട്ട് g is proportional to r. ഡെപ്ത് എന്താണ്? ഡെപ്ത് d ആണെങ്കിൽ ഈ സ്മോൾ ആറിനെ നമുക്ക് ക്യാപിറ്റൽ R മൈനസ് d എന്ന് എടുക്കാം. ക്യാപിറ്റൽ R മൈനസ് d. അങ്ങനെയാണെങ്കിൽ g dash is equal to, ഇതിനകത്ത് gm by r സ്ക്വയറിനെ സ്മോൾ g എന്ന് എടുക്കുക, ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് into r by d minus r, that is 1 minus d by r. അതായത് ഈ ഇക്വേഷനും എക്സാക്ട്ലി സെയിം ഇക്വേഷൻസ് ആണ്. അപ്രോക്സിമേറ്റ് ചെയ്യാത്ത ഇക്വേഷൻ ആണ്. ശ്രദ്ധിക്കണം, എവിടെ വേണോ നമുക്ക് ഉപയോഗിക്കാം. ഡെപ്തിന്റെ ടേംസിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതെടുക്കാം. റേഡിയസ് ഫ്രം ദ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്ററിന്റെ ടേംസിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ്. അടുത്ത 27ലേക്ക് വരാം. At a point very near the Earth's surface, the acceleration due to gravity is g. What will be the acceleration due to gravity at the same point if the Earth suddenly shrinks to half its radius without any change in its mass? ഇത് നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഗ്രാവിറ്റി അറ്റ് ദ സെയിം പോയിന്റ്. ഇപ്പൊ എർത്തിന്റെ സർഫസിലുള്ള ഒരു പോയിന്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. എന്നാൽ എർത്ത് മാസിന് വ്യത്യാസമൊന്നും ഇല്ലാതെ നേരെ പകുതി റേഡിയസിലേക്ക് ചുരുങ്ങിയാൽ
ആ സെയിം പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല. എർത്ത് നേരെ പകുതി റേഡിയസിലേക്ക് ചുരുങ്ങിയാൽ ഈ പോയിന്റിന് ഞാൻ എ എന്നെടുത്താൽ ആ സെയിം പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല. ഇത് 6, ഇതിപ്പോ r/2 ആയി. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ഈ ഡിസ്റ്റൻസ് അപ്പോൾ r/2 ആയിരിക്കും ഇത്. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോഴും എത്ര തന്നെയാണ്? ഇറ്റ് ഇസ് r itself. അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സൂക്ഷിച്ച് വായിക്കാം. അറ്റ് എ പോയിന്റ് വെരി നിയർ ദി എർത്ത് സർഫസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് g. വെരി നിയർ ദി എർത്ത് സർഫസ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ സർഫസിലുള്ള പോയിന്റ് അല്ല, അതിനടുത്ത് വരുന്ന പോയിന്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ അറ്റ് ദി സെയിം പോയിന്റ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ സർഫസിൽ ഈ പോയിന്റിന്റെ കാര്യമല്ല പറയുന്നത്. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ആ എ എന്ന് പറയുന്ന സ്പേസ് പോയിന്റ്, എർത്ത് ചുരുങ്ങി എന്ന് കരുതി ആ പോയിന്റിന് മാറ്റം ഉണ്ടാവില്ല. സെയിം പോയിന്റ് ഇഫ് ദി Earth suddenly shrinks to half the radius. ശ്രദ്ധിക്കുക, അപ്പോ ഇവിടുത്തെ g എത്രയാണ്? gm by distance from the center r². ഇവിടെ ഈ സ്ഫിയറിന് പുറത്തല്ലേ, അപ്പോ ഫോർമുല എന്താണ്? gm by distance from the center the whole square. Distance from the center r the whole square. എന്ത് തന്നെയാണ്? g തന്നെയാണ്. ഓക്കെ, പകരം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ കഥ മാറും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് വുഡ് ബി ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഇഫ് ദിസ് ഹാപ്പൻസ് എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഇവിടുത്തെ g കണ്ടുപിടിക്കണ്ടേ? അത് 4 ഇരട്ടി ആവും, കാരണം 6 പകുതി ആകുമ്പോൾ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4 ഇരട്ടി ആകും. പക്ഷെ സർഫസിലുള്ള കാര്യമല്ല ചോദിക്കുന്നത്, നേരത്തെ പോയിന്റിലുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കുറച്ച് വ്യത്യാസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണത് എടുത്തിരിക്കുന്നത്. അടുത്തത്, the radius of Earth is about 6,400 km and the Mars is about 3,200. Mass of Earth is about 10 times the mass of the Mars. Object weighs 200 gram on the surface of Earth, weight on the surface of Mars. Okay, അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ എർത്തിന്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g mass of the Earth divided by r². മാർസിന്റെ സർഫസിൽ ഇട്ട് g dash is equal to g m dash by r². സോറി, അവിടെ അറിയാതെ ഒരു റൂട്ട് വന്നു, മൈ മിസ്റ്റേക്ക്, ക്ഷമിക്കുക. g is equal to gm by r², g dash is equal to gm dash by r². അപ്പൊ അങ്ങനെയാണെങ്കിൽ what is the ratio of this values? g dash by g എന്തായിരിക്കും? m dash by m അല്ലേ, ഇൻറ്റു ഇവിടെ ഈ ഒരു കേസിൽ g dash by g. അപ്പൊ ഇവിടെ ഒരു r² വരും, ഇവിടെ ഒരു r² വരും. m dash by m ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മാസ് ഓഫ് ദി മാർസ് എങ്ങനെയാണ്? മാസ് ഓഫ് ദി എർത്ത് ഇസ് അബൌട്ട് 10 ടൈംസ് ദി മാസ് ഓഫ് ദി മാർസ്. അപ്പൊ m dash by n m എന്ന് പറഞ്ഞാൽ 1/10 ആണ്, ഇൻറ്റു. അതുപോലെ എർത്തിന്റെ റേഡിയസ് 6400, മാർസിന്റെ 3200 സോ r by r dash എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² is 4. So g dash is equal to 0.4 times g. അപ്പോൾ m into g dash is equal to 0.4 into mg. mg ആണ് 200 ന്യൂട്ടൺ എന്ന് പറയുന്നത്. So 0.4 into 200 ന്യൂട്ടൺ എത്രയാണ്? 80 ന്യൂട്ടൺ. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 28. കുഴപ്പമില്ലല്ലോ? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. There are two bodies of mass 100 kg and 10,000 kg separated by distance 1 meter. At what distance from the smaller body the intensity of gravitational field will be 0? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ m1 ഉണ്ട്, ഇവിടെ m2 ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്നു. ഇവരുടെ ടോട്ടൽ ഡിസ്റ്റൻസ് d എന്നെടുത്താൽ ഈ ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x എന്നും ഇവിടെ നിങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് d - x എന്നും എടുക്കുന്നു. എപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്നത്? m1 കാരണം ഇങ്ങോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡും m2 കാരണം ഇങ്ങോട്ടേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡും ക്യാൻസൽ ആകുമ്പോൾ. ക്യാൻസൽ ആവണമെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ gm1 by x² is equal to അയാളുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് gm2 by d - x the whole square. ഓക്കെ, വേണമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്തൊരു എക്സ്പ്രഷൻ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. m1 എത്രയാണ്? 100 ആണ്. 100 by x² is equal to m2
10,000 ആണ് ഡിവൈഡഡ് ബൈ d - x the whole square. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്ക്വയർ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ആക്കാൻ നോക്കരുത്. ഡയറക്റ്റ് ആയിട്ട് റൂട്ട് എടുത്തോളുക. ഇവിടെ 100ഉം 10,000 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു 100 വരും. റൂട്ട് എടുക്കുക. റൂട്ട് എടുത്താൽ 1/x is equal to 10 by d - x. നെഗറ്റീവ് വാല്യൂസിനെ കുറിച്ച് ആലോചിക്കേണ്ട, ബിക്കോസ് x and d - x definitely cannot be negative. നമ്മൾ അങ്ങനെയാണ് വാല്യൂസ് എടുത്തിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. d - x is equal to 10x or d is equal to 11x, x is equal to d by 11. d എത്രയാണെന്ന് പറയുന്നത് 2 bodies of 100 kilogram and 10,000 separated by 1 meter. അപ്പോൾ എത്രയായിരിക്കും? 1/11 meter. 1/11 ഓപ്ഷനിലെ ഓപ്ഷൻ 3. ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറയുന്നത്? അറ്റ് വാട്ട് ഡിസ്റ്റൻസ്. ഇവിടെ നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കേണ്ടത് ഏത് ബോഡി എന്നുള്ള ഡിസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ സ്മോളർ ബോഡി എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ലാർജർ ബോഡി എന്നുള്ള ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? d - x ചെയ്ത് നോക്കുമ്പോൾ 10/11 എന്ന് വന്നേനെ. 10/11 ഓപ്ഷനിലുണ്ട്. നമ്മളത് പ്രത്യേകം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഏത് മാസം എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് 29. അടുത്തത് 30. A satellite orbits around the Earth in a circular orbit with a speed v and orbital radius r. If it loses some energy, then v and r changes. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇതാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ എത്ര സ്പീഡിൽ പോകുമ്പോഴാണ് എക്സാക്ട്ലി സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുക? സർക്കുലർ ഓർബിറ്റിൽ കറങ്ങാനുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √(gm/r) ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. What if the velocity is √2gm/r? 2gm/r velocity ആണെങ്കിൽ that will escape. ഇത് അവസാനം തിരിച്ചു വരില്ല. It will escape from the gravitational field of Earth. √2gm/r കൂടുതലാണെങ്കിലും എസ്കേപ്പ് ചെയ്യും. അപ്പോൾ √gm/r-നും √2gm/r-നും ഇടയ്ക്കാണെങ്കിലാണ് അവിടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വരിക. ഇപ്പൊ വെലോസിറ്റി ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്ക് √2gm/r-നെക്കാളും കുറവാണ്, എന്നാൽ √gm/r-നെക്കാളും കൂടുതലാണെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. എക്സാക്ട്ലി √gm/r ആണെങ്കിൽ സർക്കുലർ ഓർബിറ്റ് ആയിരിക്കും. അതിലും കുറവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിലും കുറവാണെങ്കിൽ അതിന് സാറ്റലൈറ്റ് ആയിട്ട് കറങ്ങാനുള്ള ആവശ്യത്തിനുള്ള എനർജി ഇല്ല. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു എനർജി ഉണ്ട്. ഒരല്പ എനർജി കുറഞ്ഞ സ്പീഡ് കുറയും. അല്പം എനർജി കുറഞ്ഞാൽ എന്താ പറ്റുക? സ്പീഡ് കുറയും. അങ്ങനെ സ്പീഡ് കുറഞ്ഞാൽ പിന്നെ അത് ഇവൻച്വലി ഇറ്റ് വിൽ ഫോൾ ടു ദി സെന്റർ ഓഫ് എർത്ത്. എനർജി മെല്ലെ കുറഞ്ഞ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറും. ഇവൻച്വലി ഇറ്റ് വിൽ ഫോൾ. അപ്പോൾ എന്താ പറ്റുക? ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കൂടും, കാരണം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയാണ്, അല്ലേ? പൊട്ടൻഷ്യൽ എനർജി കുറയാണ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ അതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവൻച്വലി ഇറ്റ് വിൽ ഫോൾ ടു ദി എർത്ത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് എർത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇവൻച്വലി ഡിക്രീസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? വി ഇൻക്രീസസ് ആൻഡ് ആർ ഡിക്രീസസ്. ഓപ്ഷൻ 2 ആണ് വരുന്നത്. ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ദിസ് ഇസ് ദി സർഫസ് ഓഫ് എർത്ത്. ഒരു വലിയ ഹൈറ്റിൽ നിന്ന്, അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് ഞാനൊരു ബോഡി ചെറിയ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അതിങ്ങനെ പോകും. അല്ലെങ്കിൽ നമുക്ക് ഫുൾ എർത്ത് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇമാജിൻ ചെയ്യാം. ദിസ് ഇസ് ദി എർത്ത്. ഇവിടെ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ചെറിയ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അത് പരാബോളിക് പാത്തിലൊക്കെ ഇങ്ങനെ വീഴും. കുറച്ചുകൂടെ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അത് ഇവിടെ പോകും. കുറച്ചുകൂടെ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ ഇങ്ങനെ വരും. കുറച്ചുകൂടെ വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ ദാ ഇവിടെ വീഴും. കുറച്ചുകൂടി വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ ദാ ഇങ്ങനെ പോകും. ഇനി കുറേ കൂടി ഞാൻ അങ്ങനെ വെലോസിറ്റി കൂട്ടിയാൽ ഇവൻച്വലി നമ്മുടെ ബോഡി ഒരിക്കലും താഴെ വീഴാതെ ഇങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ സ്നേഹത്തോടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആ വെലോസിറ്റിയാണ് √gm/r ഓർബിറ്റൽ വെലോസിറ്റി. അതിലും കൂടുതൽ വെലോസിറ്റി കൊടുത്താൽ അത് എലിപ്റ്റിക്കൽ പാത്തിൽ കറങ്ങും. ഏതുവരെ? √2gm/r വെലോസിറ്റി വരുന്നത് വരെ. അതിലും വെലോസിറ്റി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നെവർ കം ബാക്ക്, എസ്കേപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് the question 30. അടുത്തതിലേക്ക് വരാം. 31. Two particles of equal mass go around a circle of radius r under the action of mutual attraction, under the mutual gravitational attraction. Speed of each particle is. അപ്പോൾ ഇവിടെ ഞാൻ ആ ഡയഗ്രാം നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾസും അവരുടേതായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാരണം കിടന്ന് കറങ്ങുകയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബൈനറി സ്റ്റാർസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഇങ്ങനെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നു, അതോടൊപ്പം കറങ്ങുന്നുമുണ്ട്.
ബൈനറി സ്റ്റാർസിന്റെ കേസൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ ഐഡന്റിക്കൽ മാസ് ആയതുകൊണ്ട് കൃത്യം അവരുടെ സെന്റർ ഓഫ് മാസിൽ തന്നെ, കൃത്യം അവരുടെ മിഡ് പോയിന്റിൽ തന്നെ സെന്റർ ഓഫ് മാസ് വരുന്നു. അപ്പോൾ സെന്റർ ഓഫ് മാസിനെ അപേക്ഷിച്ച് ഇവരെന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അപ്പോൾ ഇവിടെ രണ്ടുപേരും കറങ്ങുന്നുണ്ട്, ഒരാൾ റെസ്റ്റിലല്ല. ഇപ്പോൾ എർത്തിന്റെയും ഒരു സാറ്റലൈറ്റിന്റെയും കേസ് എടുത്ത് നോക്കിയാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിന്റെ അടുത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് എർത്തിന്റെ മോഷൻ നെഗ്ലിജിബിൾ ആണ്. എർത്തും സണ്ണും നോക്കിയാൽ എർത്തിന്റെയും സണ്ണിന്റെയും കൂടെ ചേർന്നിട്ടുള്ള കമ്പൈൻഡ് സെന്റർ ഓഫ് മാസ്, സൺ ഒരുപാട് വലുതായതുകൊണ്ട് എർത്തിന്റെയും സണ്ണിന്റെയും കമ്പൈൻഡ് സെന്റർ ഓഫ് മാസ് സണ്ണിന്റെ സെന്ററിന് അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്തും സണ്ണും കൂടെ കറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലൊരു ബൈനറി മൂവ്മെന്റ് ഇല്ല. പക്ഷെ ഇവിടെ രണ്ടിനും ഒരേ മാസ് ആയതുകൊണ്ട് സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. എപ്പോഴും സെന്റർ ഓഫ് മാസിനെ അപേക്ഷിച്ചാണ് രണ്ടുപേരും കറങ്ങുക. അപ്പൊ പറയാം, ഇവിടെ കറങ്ങുമ്പോൾ ഇവരുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എത്രയാണ്? Gm1 m2 gm² ബൈ അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2r ആണ്. 2 times the radius ആണ്, the whole square. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവർക്ക് വേണ്ട സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? ഒരു ബോഡിയിൽ സെന്ററിന് നേർക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുക. അല്ലാതെ അഡീഷണൽ ആയിട്ടൊരു ഫോഴ്സ് അല്ല സെൻട്രിപിറ്റൽ ഫോഴ്സ്. അവിടെ ഉള്ള ഫോഴ്സിൽ ഏത് ഫോഴ്സ് ആണോ ഇതിനാവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയാം, അല്ലെ? സോ ഇവിടെ ഈ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ആക്സിലറേഷൻ v² ബൈ r. ഏതാറ്? സർക്കിളിന്റെ റേഡിയസ്. ശ്രദ്ധിക്കണം, ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും, എന്നാൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എടുക്കുമ്പോൾ സർക്കിളിന്റെ റേഡിയസും വേണം എടുക്കാൻ. സോ gm² ഡിവൈഡഡ് ബൈ 4r² is equal to mv² by r. Okay, r cancel ചെയ്താൽ ഒരു m cancel ചെയ്യാം. Then we can say v² is equal to gm divided by 4r. റൂട്ട് എടുത്താൽ v is equal to 4 ന്റെ റൂട്ട് 1/2 ആണ്. റൂട്ട് ഓഫ് gm by r. 1/2 റൂട്ട് ഓഫ് gm by r എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 4 ഉണ്ടല്ലേ? പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഡിസ്റ്റൻസ്, അവിടെ നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏത് ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? വി ഹാവ് ടു കൺസിഡർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാസസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാസസ്. എന്നാൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ വരേണ്ടത് ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആയിരിക്കണം, അതായത് ഡിസ്റ്റൻസ് ടു ദി സെന്റർ ഓഫ് മാസ്, അല്ലേ? ഫൈൻ. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു. അപ്പോൾ നമുക്ക് 31 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾമോസ്റ്റ് പാറ്റേൺ ഒക്കെ റിപ്പീറ്റഡ് ആണ്. അതായത് നമ്മൾ റൊട്ടേഷൻ്റെ കേസ് നോക്കിയാൽ റോളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആദ്യം നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഗ്രാവിറ്റേഷനിലേക്ക് വന്നാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ, ലോ ഓഫ് പീരിയഡ്സ് എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ലോ ഓഫ് പീരിയഡ്സും ആണ്. അതുപോലെ കെപ്ലർസ് ലോസ് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇപ്പോൾ നിർത്തുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പരമാവധി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. ആ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത എക്സാംസിനും അതുപോലെ അടുത്ത ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ അടുത്ത മാസമുള്ള നമ്മുടെ നീറ്റ് എക്സാമിന് നിങ്ങളുടെ കോൺഫിഡൻസ് ഒട്ടും ചോർന്നു പോകാതെ വളരെ നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാളെ, അതായത് 16-ാം തീയതി വൈകുന്നേരം 7 മുതൽ 8:30 വരെയുള്ള ലൈവ് സെഷനിൽ ബയോളജി, സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്റേഴ്സുമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് സാർ ലൈവിൽ ചേരുന്നു. ഓർക്കുക, സമയം 7 മുതൽ 8:30 വരെ. കൂടാതെ നാളെ വൈകിട്ട് 8:30 to 9:30 PM ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പം ഫിസിക്സ് ഓൾ യൂണിറ്റ് 30 ക്വസ്റ്റ്യൻസുമായി നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് സാർ ചേരുന്നു.